الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരമൊരു വേദിയിൽ ഇപ്പോൾ വിതരണം ചെയ്ത ഈ ഒരു അംഗീകാരങ്ങൾ വലിയ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത്. ഈ പ്രദേശത്തെ കോട്ടപ്പള്ളിയിൽ ഒരു ദീനീ സംരംഭം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാരവാഹികൾക്ക് വലിയ കുറേ സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊന്നും വൃഥാവിലായിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് നമ്മളിവിടെ കണ്ട ഓരോ അംഗീകാരത്തിൻ്റെയും പിറകിലുള്ള അധ്വാനങ്ങൾ. ഹിഫ്ദുൽ മുത്തൂൻ എന്നത് കിതാബുകൾ കാണാതെ പഠിക്കുന്ന സംവിധാനമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന കിതാബ് 9 ദിവസം കൊണ്ട് കാണാതെ പഠിച്ചതാണ്. അൽ മബ്സൂത്ത് എന്ന കിതാബ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇമാം ഷാഫി ഹിഫ്ലാക്കിയത്. ഇമാം തൊബരി അറൂല എന്ന വിജ്ഞാന ശാഖ മുഴുവനായും പഠിച്ചെടുത്തത് ഒറ്റ രാത്രി കൊണ്ടാണ്. ആദ്യകാലങ്ങൾ മുതൽ തന്നെ കിതാബുകൾ ഹൃദിസ്ഥമാക്കുന്ന ശൈലിയുണ്ട്. നമ്മുടെ നാട്ടിൽ അധികമൊന്നും അതങ്ങനെ വ്യാപകമായി പ്രചാരത്തിൽ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ് ജാമിഅത്തുൽ ഹിന്ദും ആ ചുവട് പിടിച്ചുകൊണ്ടുണ്ടായ ഇത്തരം സംരംഭങ്ങളുമൊക്കെ വന്നപ്പോൾ ആ രംഗത്തൊരു വലിയ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അഖീദയുടെ കിതാബുകൾ, ഉസൂലിന്റെ കിതാബുകളെല്ലാം ഹിഫ്ലാക്കി എന്നുള്ളത് ഏറെ സന്തോഷമാണ്. അൽ വറഖാത്ത് എന്നത് ഹിജ്റ 478 മരിച്ച ഇമാമുൽ ഹറമൈൻ എന്ന ഇമാം അൽ ജുവൈനി റഹിമഹുള്ളയുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ്. കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും ഏതാനും ചുരുങ്ങിയ പേജുകളിലായി പരിചയപ്പെടുത്തിയ അൽ വറഖാത്ത് അത് പിന്നീട് ലോകത്ത് ഒട്ടനവധി വ്യാഖ്യാനങ്ങളും അനുബന്ധ കൃതികളുമെല്ലാം അതിനെ ആസ്പദമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട നിളുമുൽ വറഖാത്ത്, ആ വറഖാത്തിനെ പദ്യമാക്കി മാറ്റിയതിനെ ഹൃദിസ്ഥമാക്കി സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ എന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ അഖീദയുടെ കിതാബ് അഖീദ സഫാരീനിയ വിശ്വവിഖ്യാതമായ അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട കിതാബാണ്. ഇത്തരമൊരു സ്ഥാപനം ഈ നാട്ടിലുണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഒന്നാമതായി ഈ നാട്ടുകാർ തന്നെയാണ്. ഏതു പ്രായത്തിലുള്ള മക്കളെയും ചേർക്കാൻ പറ്റാവുന്ന വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഇന്ന് ദാറുൽ ഖുർആനിലുണ്ട്. ചെറിയ ക്ലാസ് മുതൽ തന്നെ തുടങ്ങുന്ന മദ്രസ പഠനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സിലബസ് അടിസ്ഥാനമാക്കി കുറ്റമറ്റ സംവിധാനമാണ് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ മദ്രസ സംവിധാനങ്ങൾ. ജാമിഅ അൽ ഹിന്ദിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ ഓഫ് ഖുർആൻ എന്ന 4 വയസ്സ് മുതൽ ആരംഭിച്ച് 18 കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രീ ക്ലാസ് മുതൽ PG വരെയുള്ള സംവിധാനമാണ് സ്കൂൾ ഓഫ് ഖുർആൻ. അതിന്റെ 1ാം ഘട്ടം കേരളത്തിനകത്തും പുറത്തുമായി 40 സ്ഥലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ജാമിഅ അൽ ഹിന്ദിന് കീഴിൽ കേരളത്തിനകത്തും പുറത്തുമായി 40 കേന്ദ്രങ്ങളിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഏകദേശം 2770 വിദ്യാർത്ഥിനികൾ ആ സംവിധാനം വഴി പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരു കേന്ദ്രം ഈ കോട്ടപ്പള്ള ദാറുൽ ഖുർആനിലാണ്. നിങ്ങൾ അറിയാതെ പോകാൻ പാടില്ല. അതുപോലെ തഹ്ഫീദ്, മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ലാക്കാനുള്ള സംവിധാനം ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്.
മറ്റു മുതിർന്ന ആളുകൾക്കും ദീനു പഠിക്കാൻ ഉതകുന്ന QHLS-കൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, ചെറിയ വിദ്യാർത്ഥികൾക്കുള്ള CRE-കൾ തുടങ്ങി ഏതു പ്രായക്കാർക്കും ദീനു പഠിക്കാനുള്ള സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമായി ഈ ദാറുൽ ഖുർആൻ മാറിക്കഴിഞ്ഞു. നിങ്ങളൊക്കെ ഏതെങ്കിലും അർത്ഥത്തിന്റെ ഭാഗവാക്കായി മാറണം. 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളെ ചേർക്കാവുന്ന സമയമാണ് ഇപ്പോൾ ദാറുൽ ഖുർആനിൽ. അതേപോലെ +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി സംവിധാനമുണ്ട്. ഇതുപോലെ സംരംഭങ്ങളെ ഏറ്റെടുക്കുകയും മക്കളെ അതിന്റെ കൂടെ സഞ്ചരിപ്പിക്കുകയും നാം കുടുംബസമേതം ഇത്തരം സംവിധാനങ്ങളെ കൂടെ സഹയാത്രികരായി ഉണ്ടാവുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മയിലും സഹയാത്രികരാവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യന്റെ നിർഭയത്വത്തിന്റെ ഒരേ ഒരു പരിഹാര മാർഗമായ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശഭൂമികളുടെ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ അടിസ്ഥാന ആശയത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ്. മനുഷ്യകുലവും മറ്റു ജീവജാലങ്ങളും എല്ലാവരും സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. റഹ്മാനായ റബ്ബിനെ, പ്രപഞ്ച സത്താവിനെ മാത്രം വണങ്ങുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം പ്രകീർത്തിക്കുന്നതാണ് ഈ ലോകം മുഴുവനും എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. സബ്ബഹ ലില്ലാഹ്, യുസബ്ബിഹു ലില്ലാഹ് തുടങ്ങിയ പ്രയോഗങ്ങൾ എത്രയാണ് വിശുദ്ധ ഖുർആനിൽ വന്നത്. ആകാശഭൂമികൾ മുഴുവനും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലെ മുഴുവനും റഹ്മാനായ റബ്ബിനെ പ്രകീർത്തിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും മാത്രമല്ല, സൂര്യനും ചന്ദ്രനും പക്ഷികളും മൃഗാദികളും അടക്കം മനുഷ്യന്റെ നിഴലുകൾ പോലും റഹ്മാനായ റബ്ബിനെ, പ്രപഞ്ച സത്താവിനെ പ്രകീർത്തിക്കുന്നു, സാഷ്ടാംഗം ചെയ്യുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മാത്രമാണ് അതിൽ ചില തെറ്റായ വഴിയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന 2 ജീവികളിൽ ഒന്ന്, മറ്റൊന്ന് ജിന്നുകളാണ്. ഈ 2 ജീവികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയത്. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാമെന്ന സ്വാതന്ത്ര്യം നൽകി ഈ 2 സൃഷ്ടികൾക്ക് മാത്രമാണ്. ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അവൻ നാം മാർഗ്ഗമിത വ്യക്തമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായി മാറാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാമെന്ന ആ സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് അല്ലാഹു തആല മനുഷ്യരാശിയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ബാക്കി സൃഷ്ടികൾ മുഴുവനും റഹ്മാനായ റബ്ബിനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട്, അവനെ മാത്രം സാഷ്ടാംഗം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണല്ലോ വന്നജ്മു വശജറു യസ്ജുദാൻ. വള്ളികളും മരങ്ങളും പോലും റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മൾ കാണുന്ന മരങ്ങളും വള്ളികളും ഒക്കെ റഹ്മാനായ റബ്ബിന് അതിൻ്റെതായ ഭാഷയിൽ, അതിൻ്റെതായ അർത്ഥത്തിൽ സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഈ ആകാശഭൂമികൾ മുഴുവൻ സ്ഥാപിതമായത് ആ ഒരു ആദർശത്തിലാണ്. മനുഷ്യകുലത്തോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടതും ആ ആദർശം സ്വീകരിക്കാനാണ്. ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആശയം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ റസൂലായ നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതും പ്രബോധനം ചെയ്തതും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. ഇമാം ബുഖാരി മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്നെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ നബിമാരും പറഞ്ഞ, മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധ്യനില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായാർത്ഥനകൾ, നമ്മുടെ തവക്കുലുകൾ, നമ്മുടെ സാഷ്ടാംഗങ്ങൾ, സുജൂദും റുകൂഉം തവാഫും സഅയും അടക്കമുള്ള മുഴുവൻ ഇബാദത്തും അർപ്പിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വചനം. വിശുദ്ധ ഖുർആനും വ്യത്യസ്തമായ ശൈലികളിൽ അക്കാര്യം ബോധ്യപ്പെടുത്തി ലോകത്തേക്ക് നിയോഗിച്ച എല്ലാ അമ്പിയാക്കളെയും കുറിച്ച് പരാമർശിക്കുമ്പോഴും അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലോകത്തേക്ക് നാം നിയോഗിച്ച ഏതൊക്കെ റസൂലുമാരുണ്ടോ ആ റസൂലുമാർക്ക് മുഴുവനും നാം നൽകിയ വഹിയാണ് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല, ഞാനല്ലാതെ ആരാധ്യനില്ല,
അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന എന്നോട് മാത്രമാകണം, നിങ്ങളെ സഹായാർത്ഥന എന്നോട് മാത്രമാകണം, നിങ്ങളെ തവക്കുലുകൾ, ആശ്രയങ്ങൾ, അവലംബങ്ങൾ റഹ്മാനായ റബ്ബിന്റെ പേരിൽ മാത്രമാകണം, നിങ്ങളെ ഭയപ്പാടുകൾ അവന്റെ നേരെ മാത്രമാവണം, നിങ്ങളെ പ്രതീക്ഷകൾ ആ റബ്ബിലേക്ക് മാത്രമാകണം. ഒരു പടപ്പിനെയും പ്രതീക്ഷിക്കേണ്ട, ഒരു പടപ്പിനെയും അവലംബിക്കേണ്ട, ഒരു പടപ്പിനെയും ആശ്രയിക്കേണ്ട, ഒരു പടപ്പിനെയും അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ ഭയപ്പെടേണ്ടതില്ല, പ്രതീക്ഷ വെക്കേണ്ടതില്ല, അവൽ ആശ വെക്കേണ്ടതില്ല. അവരോട് സഹായാർത്ഥം നിർവഹിച്ചുകൂടാ. അതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്, ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ് എന്ന അടിസ്ഥാന ആശയമാണ് ലോകത്ത് വന്ന മുഴുവൻ റസൂലുമാരും മുഴുവൻ അമ്പിയാക്കളും നൽകിയ പാഠമെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, വ്യത്യസ്തമായ ശൈലികളിൽ ഓരോ പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യം വിശദീകരിക്കുമ്പോഴും അല്ലാഹു തആല ഇതേ കാര്യം തന്നെ പറഞ്ഞു. ഹൂദിൽ അല്ലാഹു തആല എണ്ണി പറഞ്ഞു. ഹൂദിലും അഅറാഫിലുമെല്ലാം ഓരോ അമ്പിയാക്കളുടെയും ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു തആല ഇതേ ശൈലിയാണ് പറഞ്ഞത്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 10 തലമുറകൾ കഴിഞ്ഞ് 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആളുകൾ ശിർക്കിലേക്ക് പോയപ്പോൾ ആ ആളുകൾ തിരിച്ചു വിളിക്കാനായി നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്ത് എന്താ? അദ്ദേഹം ആ സമൂഹത്തിൽ വന്ന് പറഞ്ഞ വാക്കെന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ഇലാഹി നിങ്ങൾക്കില്ല. അത് കഴിഞ്ഞു വന്ന ഓരോ അമ്പിയാക്കളും ഇതേ പദപ്രയോഗം തന്നെ നിർവഹിച്ചതായി ഖുർആൻ പരിചയപ്പെടുത്തി. യൂത്ത് നബിയെ കുറിച്ച് പറയുമ്പോൾ, സ്വാലിഹ് നബിയെ കുറിച്ച് പറയുമ്പോൾ, ശുഐബ് നബിയെ കുറിച്ച് പറയുമ്പോൾ, ഹൂദ് നബിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം സമാനമായ ആശയമാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദ് സമൂഹത്തിലേക്ക് അവിടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല. സ്വാലിഹ് നബിയും അത് തന്നെ പറഞ്ഞു. വഇലാ മദിയന അഖാഹും ശുഐബ. ശുഐബ് നബിയെ കുറിച്ചും പറഞ്ഞപ്പോൾ ഇതേ വാക്കാണ് പറഞ്ഞത്. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എല്ലാ അമ്പിയാക്കളും പറഞ്ഞ ഒന്നാമത്തെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ടാണ് പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറഞ്ഞു. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ജാതി മതങ്ങൾക്ക് അതീതമായി, വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും അതീതമായി, ദേശഭാഷകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാ പറയുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം പടച്ച റബ്ബിനെ ആശ്രയിക്കുന്നവരാണ്. സട്ടാവിനെ ആശ്രയിക്കാത്ത ഒരാളുമില്ല. ശ്വാസോച്ഛ്വാസം പോലും പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. എന്തെല്ലാം ഉണ്ടെന്ന് കരുതിയാലും ശരി, മനുഷ്യനേറെ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദഈഫായിക്കൊണ്ടാണ്, ദൗർബല്യമുള്ളവനാണ്, ദുർബലാവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ചെറിയൊരു പ്രശ്നം മതി മനുഷ്യന്റെ എല്ലാം അവസാനിക്കാൻ. സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ചില മനുഷ്യന്മാരെ കാണാ കയ്യിലൊരു വടി. എന്തിനാത്? നായ്ക്കളെ ശല്യമുണ്ട്. നമ്മളെക്കാൾ എത്രയോ ചെറിയതാണ് നായ, പക്ഷെ ആ നായിനെ പേടിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നു. ഏതെങ്കിലും നായ ഒരു വടിയും കൊണ്ട് ഇറങ്ങിണ്ടോ മനുഷ്യൻ വരാൻ സാധ്യതയുണ്ട്? എന്നിട്ട് ഇല്ലല്ലോ. അത്ര ദുർബലനാണ് മനുഷ്യൻ. ഒന്നും വേണ്ട, രാത്രി കിടക്കുമ്പോ ഉറങ്ങാൻ കിടന്നിട്ട് ഒരു കൊതുക് പിന്നാലെ കൂടിയാൽ മതി, അന്ന് പിന്നെ ഉറങ്ങാൻ പറ്റൂല. രാവിലെ ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല, ഒരു കൊതുക് ഇങ്ങനെ മൂളിപ്പാടി ഒപ്പം കൂടിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ദുർബലന്മാരാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം പടച്ച റബ്ബിനെ ആശ്രയിക്കുന്നവരാണ്. റബ്ബ് നൽകുന്നതേ നമുക്കുള്ളൂ, റബ്ബ് നൽകിയതേ നമുക്കുള്ളൂ. സ്വന്തമായി ഒന്നുമില്ല. ഉള്ളിലേക്ക് വലിച്ച ശ്വാസം അതിന് പുറത്തേക്ക് വിടണമെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ തീരുമാനം വേണം. വെള്ളം കുടിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, ആ കുടിച്ച വെള്ളം കൊണ്ട് ദാഹം മാറണമെങ്കിൽ, കഴിച്ച ഭക്ഷണം കൊണ്ട് വിശപ്പ് ശമിക്കണമെങ്കിൽ, അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ ഇടപെടലില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. മനുഷ്യനേറെ ദുർബലനാണ്.
അതുകൊണ്ട് ആ റബ്ബിലേക്ക് നിങ്ങൾ ആശ്രയിക്കുക. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹുവാണ് ഗനിയ്യ്, അവനാണ് ധന്യൻ, അവനാണ് സ്തുത്യർഹൻ, അവനാണ് സ്വയം പര്യാപ്തതയുള്ളവൻ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. പറയണേ, അല്ല ഏകനാണ്, അവൻ സ്വമദാണ്, ഒരാളെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്. അതാ സ്വമദ്. ഒരാളെയും ആശ്രയിക്കാത്തവൻ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, അതാ സ്വമദ്. നിരാശ്രയൻ എന്ന വാക്ക് പോരാ, അത് മലയാള ഭാഷയിൽ കിട്ടാവുന്ന ഒരു പദം പരിഭാഷയിലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. നിരാശ്രയം എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നേ അർത്ഥമുള്ളൂ, അത് പോരാ. ഒരാളെയും അല്ല ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും പടച്ച റബ്ബിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം, മനുഷ്യരെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങൾ ഒന്നാമൻ മുതൽ അവസാനക്കാർ വരെയുള്ള എല്ലാ മനുഷ്യന്മാരും എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യം തീരുമാനമെടുത്താൽ റഹ്മാനായ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ അവർക്കാർക്കും സാധ്യമല്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ചോദിക്കുകയും ആ ചോദിച്ച എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്താലും ശരി, പടച്ച റബ്ബിന്റെ അധികാരാവകാശങ്ങളിൽ യാതൊരു കുറവും ഉണ്ടാകുന്നുമില്ല. നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനമെടുത്തു, കാനൂ അലാ അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മുത്തഖിയായ മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും മാറാൻ തീരുമാനിച്ചു. എല്ലാവരും നന്നായി, എല്ലാവരും മുത്തഖീങ്ങളായി, എല്ലാവരും സ്വാലിഹീങ്ങളായി. എന്നാൽ പടച്ച റബ്ബിന്റെ അധികാരങ്ങളിൽ ഒന്നും വർദ്ധിക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ദുഷിച്ച, ഏറ്റവും തെമ്മാടിയായ, ഏറ്റവും തോന്നിവാസിയായ മനുഷ്യന്റെ മനസ്സെങ്ങനെയാണോ ആ നിലവാരത്തിലേക്ക് എല്ലാവരും മാറാൻ തീരുമാനിച്ചാലും ശരി, എല്ലാവരും തോന്നിവാസികളായി, എല്ലാവരും ദുഷിച്ചവരായി മാറിയാലും ശരി, ആരും നിസ്കരിക്കാൻ തയ്യാറില്ല, ആരും നോമ്പെടുക്കുന്നില്ല, ആരും ദഅവത്ത് നടത്തുന്നില്ല, ആരും നന്മ ചെയ്യുന്നില്ല, എല്ലാവരും തോന്നിവാസികളായി മാറിയാലും ശരി, പടച്ച റബ്ബിന്റെ അധികാരത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. അല്ലാഹ്ക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല, മനുഷ്യർക്കേ സംഭവിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ അല്ലാഹു തആല അമ്പിയാക്കളെ റസൂലുമായ ലോകത്തേക്ക് പറഞ്ഞയച്ചു. റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനിലേക്ക് മാത്രം മനസ്സിനെ തിരിച്ചു വെക്കുക. ഏത് കാലഘട്ടങ്ങളിലും അല്ലാഹു അല്ലാത്തവരിലേക്ക് മനസ്സ് തിരിച്ച മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽ 10 തലമുറകൾ അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ കാനൂ അലൽ ഇസ്ലാം, അവരെല്ലാം ഇസ്ലാമിലാണ്, എല്ലാവരും ഹഖിലാണ്, എല്ലാവരും തൗഹീദിലാണ്. അന്ന് ശിർക്കില്ല, അന്ന് റബ്ബല്ലാത്തവരെ വിളിക്കുന്ന ആരുമില്ല, ഒരു പടപ്പിനോട് പ്രാർത്ഥിക്കുന്ന ആരുമില്ല, ഒരു ജാടത്തിൽ പോകുന്ന ആരുമില്ല, ഒരു ഏനസ് കെട്ടുന്ന ആരുമില്ല, ഒരു തെറ്റായ വഴിക്ക് പോകുന്ന ആരുമില്ല. കാന ബൈന ആദമ വനൂഹിൻ 10 ഖുറൂൻ, ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 കർണുകളാണ്, 10 തലമുറകളാണ്, 10 നൂറ്റാണ്ടുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഹഖിലാണ്, എല്ലാവരും തൗഹീദിലാണ്, എല്ലാവരും ഇസ്ലാമിന്റെ വഴിയിലാണ്. പിന്നീട് മെല്ലെ 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 ശിർക്കിലേക്ക് പോയപ്പോൾ അവിടെ റസൂൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നു, തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കുന്നു. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ റബ്ബല്ലാത്തവരിലേക്ക് മനസ്സ് തിരിച്ച എമ്പാടും മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ദഅവത്തുമായി നിയോഗിക്കപ്പെടുമ്പോഴും സാഹചര്യം മറിച്ചല്ല. കല്ലുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, മരങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളെ അവിടെ ആരാധിക്കുന്നുണ്ട്. എന്തിനും ഏതിനും റബ്ബല്ലാത്തവർ അഭയം തേടി പോകുന്നുണ്ട്. അവിടെ സിഹറിന്റെ കാലഘട്ടമാണ്, അവിടെ എല്ലാ തോന്നിവാസങ്ങളുടെയും കാലഘട്ടമാണ്, ശിർക്കിന്റെ മുഴുവൻ മുഖങ്ങളും വ്യാപകമായുള്ള കാലഘട്ടമാണെന്ന് മക്ക. അവിടെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യുഹന്നാസ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പ്രഖ്യാപിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാം. റബ്ബല്ലാതെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിക്കൂ. ലാത്ത ഇലാഹല്ല, ഉസ്സ ഇലാഹല്ല, അതേപോലെ മലക്കുകൾ ഇലാഹുകളല്ല, ജിന്നുകൾ ഇലാഹുകളല്ല, ഒരു സൃഷ്ടിയും ഇലാഹല്ല, ഒരു സൃഷ്ടിയോടും തേടിക്കൂടാ, ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിച്ചുകൂടാ, ഒരു സൃഷ്ടിയെയും അഭൗതികമായി ഭയപ്പെട്ടുകൂടാ, ഒരു സൃഷ്ടിയെയും പ്രതീക്ഷ വെച്ചുകൂടാ. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ പ്രഖ്യാപിക്കൂ അല്ലാഹു അല്ലാതെ ഇലാഹില്ല, എങ്കിൽ വിജയിക്കാം നിങ്ങൾക്ക്. അത് സ്വീകരിച്ചു വന്ന മുസ്ലിമീങ്ങൾ 1, 2, 3, 4, 5 ഓരോരുത്തരായി വന്ന് അവസാനം
യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, കൂട്ടം കൂട്ടമായി ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്ന നബിയെ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിനെ സ്തുതിക്കണേ, തസ്ബീഹ് ചെയ്യണേ, കൂടുതൽ റബ്ബിലേക്ക് അടുക്കണേ എന്ന് സൂറത്തുൽ അല്ലാഹു തആല ഇറക്കുന്ന സാഹചര്യം വരെ പിന്നീട് ഇസ്ലാമിന് വളർച്ചയുണ്ടായി. കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. എല്ലാവരും തൗഹീദിന്റെ ആളുകളായി മാറി. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടച്ചു നീക്കപ്പെട്ടു. ഉയർത്തപ്പെട്ട ഖബറുകളെല്ലാം നീക്കപ്പെട്ടു, പൊളിച്ചു മാറ്റപ്പെട്ടു. നബിതങ്ങൾ തന്റെ പിതൃവ്യപുത്രനായ പുതിയാപ്പള കൂടിയായ അലി ഇബ്നു അബീ ത്വാലിബിനെ പറഞ്ഞയച്ചു. അലി, രണ്ട് ദൗത്യവുമായി ഞാൻ പറഞ്ഞയക്കാൻ താങ്കളെ. അതിൽ ഒന്ന്, വലാ ഖബറ മുസ്ലിഫ ഇല്ലാ സവൈത, ഉയർത്തപ്പെട്ട ഒരു ഖബറുണ്ടെങ്കിൽ അതെല്ലാം നിരപ്പാക്കണം അലി എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഫതഹിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബിനെ പറഞ്ഞയക്കുക. അദ്ദേഹം മക്ക മുഴുവൻ സഞ്ചരിച്ച് എവിടെയെല്ലാം ഉയർത്തപ്പെട്ട ഖബറുകൾ ജാറകളുണ്ടോ എല്ലാം തട്ടിപ്പൊളിച്ച് നിരപ്പാക്കി വിട്ടു. ആ വക എല്ലാ ശിർക്കിന്റെ ശേഷിപ്പുകളെയും അടയാളങ്ങളെയും പോലും ഇല്ലാതാക്കി ആ മക്ക ശുദ്ധീകരിച്ചു. മക്ക ഫത്ഹായി മാറി. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അബുൽ ഹയ്യാജുൽ അസ്അദിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞയച്ച ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഇതാ ഞാൻ താങ്കളെ പറഞ്ഞയക്കുന്നു. അലിയുടെ കാലത്ത് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചു. ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളായി മാറി. അവിടെയെല്ലാം ഉണ്ട് ഉയർത്തപ്പെട്ട ഖബറുകള്, അവിടെ എല്ലാം ഉണ്ട് ഉയർന്നു നിൽക്കുന്ന വിഗ്രഹങ്ങള്, പ്രതിമകള്, അവിടെയുണ്ട് ഫോട്ടോകള്, അവിടെയുണ്ട് ആരാധിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ മൂർത്തികള്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞയച്ച ദൗത്യമുണ്ട് പണ്ട്. ആ ദൗത്യത്തിൽ ഇതാ ഞാൻ താങ്കളെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ ഹയ്യാജിനെ പറഞ്ഞയച്ചു. രണ്ട് ദൗത്യമാണ്. ഒന്ന്, ഒരൊറ്റ പ്രതിമകളെയും നീ ബാക്കി വെക്കല്ല, എല്ലാം തുടച്ചു നീക്കേണ്ടതുണ്ട്. വലാ ഖബറൻ മുസ്ലിഫ ഇല്ലാ സവൈത, ഉയർന്നു നിൽക്കുന്ന ഖബറുണ്ടോ അതെല്ലാം നിരപ്പാക്കി കളയണമെന്ന ദൗത്യവുമായി അലി ഇബ്നു അബീ ത്വാലിബ് അബുൽ ഹയ്യാജിനെ പറഞ്ഞയച്ചു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് ഇവിടെ നിൽക്കുകയില്ല, വഴിമാറിപ്പോകുന്നത്. അന്ന് ഉമ്മത്ത് ക്ലിയറാണ്. അന്ന് നബി തങ്ങളുടെ സ്വഹാബത്താണ്. ആ സ്വഹാബിമാരെല്ലാം മാതൃകയാണ്. ആ സ്വഹാബിമാരെല്ലാം എല്ലാവരും എല്ലാ അർത്ഥത്തിലും സമ്പൂർണരാണ്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ് വിശുദ്ധ ഖുർആനിൽ. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സ്വഹാബത്തിനും ഏറ്റവും മികച്ചത്, ഏറ്റവും മെച്ചപ്പെട്ടത് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താ ഏറ്റവും മെച്ചപ്പെട്ടത്? അൽ ഹുസ്ന അൽ ജന്ന, ഏറ്റവും മെച്ചപ്പെട്ട സ്വർഗമാണ്. എല്ലാ സ്വഹാബത്തിനും അല്ലാഹു തആല പൊതുവായി പറഞ്ഞു, മൊത്തം സ്വഹാബത്തിന് നാം സ്വർഗമിതാ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്വഹാബി സ്വർഗത്തിൽ അത് പേരെടുത്ത് പറയണമെങ്കിൽ അത് നബി തങ്ങൾ പറയണം. അത് 30ഓളം സ്വഹാബിമാരെ പറ്റി പലപ്പോഴായി നബി തങ്ങൾ പറഞ്ഞു. 10 പേരെ ഒന്നിച്ചു പറഞ്ഞു, അശറത്തുൽ മുബശ്ശിരീൻ. അതല്ലാത്ത പദവിയെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു. ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞു, ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞു, ഹസൻ ഹുസൈനെ കുറിച്ച് പറഞ്ഞു, ഉക്കാശയെ കുറിച്ച് പറഞ്ഞു, ബിലാലിനെ കുറിച്ച് പറഞ്ഞു റളിയല്ലാഹു അൻഹും. അങ്ങനെ വ്യത്യസ്തമായ സ്വഹാബിമാരെ കുറിച്ച് പലപ്പോഴായി നബി തങ്ങൾ പറഞ്ഞു. 30ഓളം സ്വഹാബിമാരെ കുറിച്ച് പല ഘട്ടങ്ങളിലായി നബി തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകും, വിചാരണ പോലുമില്ല, ഹിസാബില്ല, വിചാരണ ഇല്ല, അദാബില്ല, ശിക്ഷയില്ല. 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നവരാണ്, വിചാരണ കൂടാതെ, ഹിസാബില്ലാതെ, അദാബില്ലാതെ പോകുന്നവരാണ്. ഇതും പറഞ്ഞ നബി തങ്ങൾ അങ്ങ് പോയി പള്ളിയിൽ നിന്ന്. അപ്പൊ അവിടെയുള്ള സ്വഹാബികൾ വലിയ സംസാരം, അതാരായിരിക്കും? ഹിസാബില്ലാതെ പോകുന്നവർ, വിചാരണയും ശിക്ഷയും ഇല്ലാതെ പോകുന്ന ഭാഗ്യവാന്മാർ ആരായിരിക്കും? അത് അവർക്ക് പല ചർച്ചകളായി. ചിലർ പറഞ്ഞു, ലഅല്ലഹും വുലിദൂ ഫിൽ ഇസ്ലാം, ഒരു പക്ഷേ മുസ്ലിമായി ജനിച്ചവരായിരിക്കും. നമ്മളൊന്ന് മുസ്ലിമായി ജനിച്ചതല്ലോ, ശിർക്കിലൂടെ പോയി പിന്നെ മുസ്ലിമായി മാറിയതല്ലേ, അപ്പൊ നമുക്കതായാലും ഉണ്ടാവില്ല. അത് മുസ്ലിമായി ജനിച്ച ആളുകളായിരിക്കാം ഒരു പക്ഷേ ആ നബി ഉദ്ദേശിച്ചത്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങൾക്കിടയിൽ നബി തങ്ങൾ വന്നു. അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അവിടെയുണ്ട്. അവരോട് നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ചർച്ച? ഒന്നല്ല നബി, നിങ്ങൾ പറഞ്ഞല്ലോ 70,000 ആൾക്ക് ഹിസാബില്ല, അദാബില്ല, അത് ആരാന്ന് ഞങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ നബി തങ്ങൾ അവിടെ 4 ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു. ശിർക്കിന്റെ ലാഞ്ചന പോലും ഏൽക്കാത്ത,
ഹുമുല്ലദീന ലാ യുർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ശിർക്കിന്റെ യാതൊരു അംശവും ബാധിക്കാത്ത, ശിർക്കിന്റെ ഒരു വശത്തേക്കും പോകാത്ത, റഹ്മാനായ റബ്ബിൽ പരിപൂർണമായും തവക്കുലാക്കിയ, ശിർക്കിന്റെ മന്ത്രങ്ങളില്ലാത്ത, അത്തരം മന്ത്രങ്ങൾക്ക് ആവശ്യപ്പെടാത്ത, ശകുനങ്ങൾ നോക്കാത്ത, ലക്ഷണങ്ങൾ നോക്കാത്ത, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ തവക്കുലാക്കുന്നവരാണവർ. നബി ഇത് പറഞ്ഞപ്പോ ഉക്കാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ആ 70,000 എന്നെ പെടുത്താൻ വേണ്ടി നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അതിലൊന്ന് എന്നെ പെടുത്താൻ നിങ്ങൾ ദുആ ചെയ്യണേ. നബി തങ്ങൾ വഹ്യ് പ്രകാരം പറഞ്ഞു കൊടുത്തു, അൻത മിൻഹും, താങ്കൾ അവരിൽ പെട്ടവരാകുന്നു. ആ 70,000 ആളുകളിൽ പെട്ടവരാണ് നിങ്ങളെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത കൊടുത്തു. അപ്പൊ സ്വഹാബത്ത് എല്ലാവരും ഒരേ നിലവാരമല്ലെങ്കിലും എല്ലാവരും വിശ്വസ്തരാണ്, എല്ലാവരും നീതിമാന്മാരാണ്, എല്ലാവരും സ്വീകരിക്കാൻ പറ്റിയവരാണ്, എല്ലാവരും മാതൃകായോഗ്യരാണ്. ഒരിക്കൽ ധാരാളം നക്ഷത്രമുള്ള രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ആകാശത്തേക്ക് അങ്ങനെ നോക്കി, ഒരുപാട് നക്ഷത്രമുണ്ട്. ആ കാഴ്ച കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സുരക്ഷയാണ്. ആ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്ന ഒരു സമയം വരാനുണ്ട്, നക്ഷത്രങ്ങൾ തകരുന്ന സമയം വരാനുണ്ട്. അത് തകർന്നു കഴിഞ്ഞാൽ ആകാശത്തിന്റെ നാശമായി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ സ്വഹാബത്തിന് സുരക്ഷയാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ സ്വഹാബത്ത് സുരക്ഷയാണ്. സൂറത്ത് അംഫാലിൽ അല്ലാഹു പഠിപ്പിച്ച കാര്യം കൂടിയാണത്. മാത്രവുമല്ല, എന്ന് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സ്വഹാബത്ത് ചില പരീക്ഷണങ്ങള്, ചില ഫിത്നകൾ വരാനുണ്ട്. അതോടൊപ്പം എന്റെ സ്വഹാബിമാർ എന്റെ ഉമ്മത്തിന് ഒരു സുരക്ഷയാണ്. ആ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന് ചില വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ, ചില ഫിത്നകളൊക്കെ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്ത് ജീവിച്ച കാലത്ത് അത് നേരിന്റെ വഴിയുടെ, തൗഹീദിന്റെ, സിറാത്തുൽ മുസ്തഖീമിന്റെ അടയാളങ്ങളായി ആ സ്വഹാബിമാർ ലോകത്ത് നേതൃത്വം നൽകിക്കൊണ്ടുപോയി. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് എന്നും ഇതേ അവസ്ഥയിൽ നിൽക്കുകയില്ല. ഈ ഉമ്മത്ത് വഴിമാറി സഞ്ചരിക്കും. ക്രൈസ്തവന്റെ വഴിയിലേക്ക് പോകും, ജൂതന്റെ വഴിയിലേക്ക് പോകും, തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുമെന്ന് മാത്രമല്ല, എന്റെ ഉമ്മത്തിൽ ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടും. എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ മുശ്രിക്കീങ്ങളെ കൂടെ കൂടാതെ, ചില കബീലകൾ, ചില ഗോത്രങ്ങൾ തന്നെ മുശ്രിക്കീങ്ങളെ കൂടെ കൂടാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ചില വിഭാഗങ്ങൾ ഒന്നാകെ, ചില ഗോത്രങ്ങൾ ഒന്നാകെ, ചില സംഘങ്ങൾ ഒന്നാകെ മുശ്രിക്കീങ്ങളെ വഴിയിലേക്ക് ചേർന്നിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് പിന്നീട് നമ്മൾ കണ്ടു. വ്യത്യസ്തമായ വഴികളിൽ മുസ്ലിം ഉമ്മത്ത് തൗഹീദിൽ നിന്നിങ്ങനെ തെളിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ശിയാക്കൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ജൂതന്മാർ ഉണ്ടാക്കി വിട്ട സംഘമാണ് തൗഹീദ് തകർക്കുന്ന വിഷയത്തിൽ ഒന്നാമത്തെ പണിയെടുത്തവർ. തൗഹീദ് അട്ടിമറിച്ചു, ഇല്ലാത്ത പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന് തൗഹീദത്തിന് തകർത്ത് തരിപ്പണമാക്കി ശിയാക്കള്. അവരാണ് മുദബ്ബിൽ ആലം വാദം കൊണ്ടുവന്ന ആളുകൾ. അവരാണ് സ്വയം കഴിവുകൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ ശിർക്കാവില്ല എന്ന് വാദിച്ചവർ. അവരാണ് കൊടുത്ത കഴിവിൽ ചോദിച്ചാലും പ്രശ്നമില്ല എന്ന് വാദിച്ചവര്. അവരാണ് വ്യത്യസ്തമായ മഹാന്മാരുടെ പേരിൽ ഖബറുകൾ കെട്ടിയുയർത്തി വീണ്ടും ജാറമാക്കി മാറ്റിയവർ. ഈ ഉമ്മത്തിന് നബിയും സ്വഹാബത്തും തകർത്ത് തരിപ്പണമാക്കിയ ഖബറുകൾ, ദർഗകൾ, ജാറങ്ങളെ പിന്നീട് പുനഃസ്ഥാപിച്ചത് ഹിജ്റ 300-കളിൽ ശിയാക്കളാണ്. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം ഹിജ്റ 300-കളിൽ ഇറാഖിൽ ശിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ച ഒരു ജാറമാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം. ഒരു ശേഷം പിന്നെ വ്യാപകമായി വന്നു. സൂഫികൾ രംഗത്ത് വന്നു, ത്വരീഖത്തുകാർ വന്നു. ആ ത്വരീഖത്തിലെ ഭക്തിപ്രസ്ഥാനമായി കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ ആളുണ്ടായി. നമ്മുടെ നാട്ടിലും അതുണ്ടായി. ഈ ഷിയായിസമാണ് ഈ ത്വരീഖത്തിലൂടെ, ഈ തസൗഫിലൂടെ ഇവിടെ പ്രചരിപ്പിച്ചത്. ഇസ്ലാമിന്റെ മുഴുവൻ അധ്യാപനങ്ങൾക്കും ആന്തരിക അർത്ഥമുണ്ട് എന്ന വാദം ഷിയാക്കൾ വാദിച്ചു. അത് സൂഫികളും വാദിക്കുന്നു. എന്തിന്? തൗഹീദ് പൊളിക്കാൻ. തൗഹീദ് പൊളിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളിഞ്ഞല്ലോ. തൗഹീദ് പൊളിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളിഞ്ഞു.
ശിർക്കിന്റെ നേരിയ അംശം വന്നാൽ എല്ലാം തകർന്നു. മുഴുവൻ അമലും ബാത്തിലായി, സ്വർഗം ഹറാമായി, നരകം നിർബന്ധമായി. ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, അതിവിദൂരമായ വഴികേടാണ്. ശഫാഅത്ത് പോലും സ്വീകരിക്കപ്പെടുന്ന കാര്യമാണല്ലോ. മയ്യിത്ത് നിസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ല ശിർക്ക് സംഭവിച്ചാൽ. ആ ശിർക്കിനെ ഈ ഉമ്മത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചവർ ശിയാക്കളാണ്. ഒരുപക്ഷെ കഥയറിയാതെ ശിയാക്കളെ വെള്ളപൂശുന്നവർ ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ചില യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിന് ഒരുപക്ഷെ ആ യുദ്ധത്തിന്റെ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന നിലപാടായിരിക്കാം. എന്നാലും സംഭവിക്കുന്നതോ ശിയാക്കളെ വെള്ളപൂശ. ഓലും നമ്മളും കാര്യമായ പ്രശ്നമൊന്നുമില്ല. അത് ചില ഫിഖ്ഹി മസ്അല എന്ന് പറയുന്ന മനുഷ്യന്മാർ അല്ല. ഷിയാക്കളുടെ വാദപ്രകാരം അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവർ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിന് പുറത്താണ്. അവർ ആയിഷ ബിബി വ്യഭിചാരിയാണ് എന്നാണ്. ആകെ 10-ൽ താഴെ സ്വഹാബിമാര് മാത്രമാണ് മുസ്ലിമീങ്ങളായി ലോകത്ത് നിന്ന് മരിച്ചുപോയത്. ബാക്കി എല്ലാ സ്വഹാബിമാരും നബിതങ്ങളുടെ കാലത്ത് ഉഷാറായിരുന്നു. പിന്നെ ഓർക്കൊക്കെ മാർഗഭ്രംശം സംഭവിച്ചു, ഓർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്നവരാ ഷിയാക്കൾ. യഥാർത്ഥ ഖുർആൻ 70,000 ആയത്തുണ്ട് എന്നും ആ ഖുർആൻ അലി ഇബ്നു അബീ ത്വാലിബിനെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അലിയെ കൊല്ലാൻ പ്ലാനിട്ടുകൊണ്ട് ഉമർ ഖത്താബും അതേപോലെ ചില സ്വഹാബിമാരും ഒരുമിച്ച് കൂടിയിട്ട് ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് അതൊക്കെ വെട്ടിമാറ്റി ഒഴിവാക്കിയിട്ട് അത് ഷോർട്ടാക്കി തങ്ങൾക്ക് പറ്റാത്തതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇന്നത്തെ ഖുർആൻ ക്രോഡീകരിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. തങ്ങളുടെ 12 ഇമാമിയങ്ങൾ മഅസൂമികളാണ്, പാപസുരക്ഷിതരാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കൾ. നബിയുടെ ശേഷം ഖലീഫയാവേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബാണ് എന്നും അലിക്ക് വസിയ്യത്തുണ്ട് എന്നും ആ വസിയ്യനെ മറികടന്നുകൊണ്ട് ആ ഖിലാഫത്തിനെ അട്ടിമറിച്ചു കൊണ്ടുവന്നവരാണ് ബാക്കി 3 പേരെന്നുമാണ് ഷിയാക്കളുടെ വിശ്വാസം. എത്രയെത്ര വിശ്വാസങ്ങൾ! എല്ലാ രംഗത്തും വലിയ അപകടങ്ങളാണ് അവർക്ക്. പടച്ച റബ്ബിനെ പറ്റിയുള്ള വിശ്വാസങ്ങൾ, കിതാബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, നബിയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എല്ലാത്തിലും ഒരുപാട് അപ്പുറത്തേക്ക് പോയവരാണ് ഷിയാക്കൾ. ആ ഷിയായിസത്തെ ജൂതന്മാർ ഉണ്ടാക്കി വിട്ടതാണ് മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദിനെ പൊളിക്കാൻ വേണ്ടി. അവരാണ് ലോകത്താദ്യമായി വാദിച്ചത് ഏതൊരു വസ്തുവിന് മുമ്പിൽ സുജൂദ് ചെയ്താലും ശരി, ഏത് വസ്തുവിനോട് പ്രാർത്ഥിച്ചാലും ശരി, തേടിയാലും ശരി, സഹായമർത്ഥിച്ചാലും ശരി, ആ വസ്തു സ്വയം കഴിവുള്ള ഇലാഹാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ശിർക്കാവുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാവൂല. ആ വിശ്വാസമില്ലേ ആരോടും തേടാം, എവിടെയും പോയി പറയാം, എവിടെയും പോയി പ്രാർത്ഥിക്കാം, എവിടെയും പോയി സുജൂദ് ചെയ്യാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ശിർക്കാകുന്ന വിഷയമല്ല എന്ന് ലോകത്താദ്യമായി എഴുതി വെച്ചതും പഠിപ്പിച്ചതും ഷിയാക്കളാണ്. നമ്മുടെ നാട്ടിൽ അത് പിന്നെ സൂഫിസത്തിലൂടെ സമസ്തയിലേക്ക് വന്ന് സമസ്തക്കൾ ഏറ്റെടുത്ത് അറിഞ്ഞോ അറിയാതെയോ ഇവിടെ പ്രചരിപ്പിച്ചുവെന്ന് മാത്രം. മറഞ്ഞ കാര്യം അറിയുക, അദൃശ്യജ്ഞാനം, ഇൽമുൽ ഗൈബ്, റബ്ബല്ലാത്തവർക്ക്, അല്ലാത്തവർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാതെ വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹുവാണ്, അവനാണ് ഇൽമുൽ ഗൈബ് ഉള്ളത്, അവനാണ് മറഞ്ഞ കാര്യം അറിയുക, അവനാണ് എല്ലാ ഗൈബിന്റെയും താക്കോൽ അവന്റെ കൈവശമാണ്. മഫാതീഹുൽ ഗൈബ്, ഗൈബിന്റെ മിഫ്താഹുകൾ, ഗൈബിന്റെ താക്കോലുകൾ റബ്ബിന്റെ പക്കലാണ്. എത്ര സ്ഥലത്തല്ല വ്യത്യസ്ത ശൈലികളാണ് പരിചയപ്പെടുത്തി. നബിയോട് പോലും അല്ലാഹു പറഞ്ഞ നബി നിങ്ങൾ പറയണം എനിക്ക് ഗൈബ് അറിയില്ല എന്ന് പറയണം. എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് സമ്പത്തുക്കളെ എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു, യാതൊരു ദുരിതങ്ങളും എന്നെ ബാധിക്കില്ലായിരുന്നുവെന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഇത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മഹാന്മാർക്ക് ഗൈബറിയും ഇമാമിങ്ങൾക്ക് ഗൈബറിയും എന്ന തെറ്റായ വിശ്വാസം ഈ ഉമ്മത്തിൽ ആദ്യമായി കൊണ്ടുവന്നവർ ഷിയാക്കളാണ്. അതിന്റെ പരിണിത ഫലം എന്തായി? ഇന്ന് CM മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം മാറിപ്പോയി. ഈ ദുരന്തത്തിന് എല്ലാം നിമിത്തമായത് ആ ഒരു മാർഗഭ്രംശമാണ്, ആ വഴികേടാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ച് എനിക്കെന്റെ റബ്ബ് മതി, അത് അടിസ്ഥാനം. എല്ലാത്തിനുമുള്ള പരിഹാരം, നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ, എല്ലാ നന്മയുടെയും അടിസ്ഥാനം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ലഭിക്കുന്ന ആ സമാധാനം മറ്റെവിടെയാ ലഭിക്കുക? അല്ലാത്തവരെ സംബന്ധിച്ചോ എല്ലാത്തിനെയും പേടിച്ചുകൊണ്ടാ മുന്നോട്ട് പോകും. എന്തുണ്ടായാലും അതൊക്കെ വ്യത്യസ്തമായ ഭയങ്ങൾ അവന് മുമ്പിലേക്ക് വരുന്നു. വിശ്വാസിയെ സംബന്ധിച്ചോ പറയൂ നബിയെ, നമ്മെ ബാധിക്കുകയേ ഇല്ല. എന്റെ റബ്ബ് എന്താണോ രേഖപ്പെടുത്തിയത്
റബ്ബ് എന്താണോ നിശ്ചയിച്ചത് അതല്ലാതെ നമ്മെ ബാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കും. ഖലാഖത്തുള്ള വിശ്വാസം. എന്ത് സംഭവിച്ചാലും അലല്ലാ പഠിച്ചോ കണക്കാക്കിയിട്ടുണ്ടാവും, അതിനപ്പുറത്തൊന്നുമില്ല. എന്തു സംഭവിച്ചാലും ശരി, എത്ര വേണ്ടപ്പെട്ടവർ മരിച്ചുവെന്ന് കേട്ടാലും, സമ്പാദ്യം മുഴുവനും തകർന്നടിഞ്ഞുവെന്ന വാർത്ത വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും ശരി, വിശ്വാസികളുടെ സമാധാനം എന്താ? അല്ലാഹ് കണക്കാക്കിയത്, അതിനപ്പുറമൊന്നുമില്ല. എല്ലാ ദിവസവും 5 നേരം നമസ്കാര ശേഷം നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബേ, നീ തന്നാൽ തടയാനാരുമില്ല, നീ തടഞ്ഞാൽ തരാനുമാളില്ല. ഇത് മനസ്സിന്റെ ബോധ്യമായി മാറണം. ചിലപ്പോൾ രോഗങ്ങൾ വരും, ഒന്നിനു മീതെ ഒന്നായി അസുഖങ്ങൾ വരും, പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. വീട്ടിലൊരാൾക്ക് അസുഖം, അത് മാറുമ്പോഴേക്ക് അടുത്ത ആൾക്ക്, അത് കഴിയുമ്പോഴേക്ക് മറ്റൊരാൾക്ക് ഇങ്ങനെ മേൽക്കുമേൽ അസുഖം വരുമ്പോ എന്താ റബ്ബേ ഇത് ഇങ്ങനെ? ഒന്നല്ല, എന്റെ റബ്ബിന് അതിൽ ചില തീരുമാനങ്ങളുണ്ട്. ഒരുപക്ഷെ എന്റെ റബ്ബ് അതിൽ ചില ഖൈറുകൾ കണക്കാക്കിയിട്ടുണ്ടാവാം. അടിമക്ക് അല്ലാഹു രോഗം നൽകുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ്, വ്യത്യസ്തമായ കാരണങ്ങളാണ്. ഹദീസിൽ കാണാം, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഉന്നതമായ സ്ഥാനം രേഖപ്പെടുത്തി വെക്കും. പക്ഷേ അവന്റെ അമല് കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ അർഹതയില്ല, അമലുകൊണ്ട് അങ്ങോട്ട് എത്തൂല. അപ്പൊ അല്ലാഹു തആല അവന് പരീക്ഷണം നൽകും. ഫീ മാലിഹി വവലദിഹി, അവന്റെ സമ്പത്തില്, അവന്റെ സന്താനങ്ങളില്, അവന്റെ ശരീരത്തിലൊക്കെ അല്ലാഹു തആല ഒരു പരീക്ഷണം നൽകും. ഫസബ്ബറഹു, എന്ന് അല്ലാഹു തആല ക്ഷമിക്കാൻ കഴിവ് കൊടുക്കും. മക്കൾക്ക് വലിയ ദുരന്തങ്ങൾ വരിക, മാരകമായ രോഗങ്ങൾ വരിക, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരിക, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരിക, എന്നും രോഗങ്ങൾ മേൽക്കുമേലെ വരിക. പക്ഷേ ക്ഷമിക്കാനുള്ള കഴിവല്ല കൊടുക്കുന്നു. അതവൻ ക്ഷമിക്കുന്നു. ആ ക്ഷമിച്ചതിന് പടച്ചറബ് പ്രതിഫലം കൊടുക്കുന്നു. ഈ പ്രതിഫലം കൂടി ചേർത്തി വെക്കുമ്പോ റബ്ബ് കണക്കാക്കിയ ആ മൻസിലയിലേക്ക്, ആ സ്ഥാനത്തേക്ക് എത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇമാം തൊബരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. എന്ത് പ്രയാസം വന്നാലും വിശ്വാസിയെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് ബേജാറൊന്നുമില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ചികിത്സിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക, ബാക്കി അല്ലാഹ് റബ്ബിൽ ഏൽപ്പിക്കുക. അതിലും വലിയ സമാധാനം മറ്റെന്താ ഉള്ളത്? എന്ത് സംഭവിച്ചോട്ടെ, രോഗം വന്നു, ഒരുപാട് ദുആ ചെയ്തു, പക്ഷെ മാറ്റൊന്നുമില്ല. പള്ളിയിൽ നിന്ന് ജുമുഅക്ക് പ്രാർത്ഥിച്ചു, എല്ലാവരും ദുആ ചെയ്തു, എല്ലാവരോടും പറഞ്ഞു, ഒരുപാട് ആൾ ദുആ ചെയ്യുന്നു, പക്ഷേ രോഗം കൂടുകയാണ്, യാതൊരു കുറവുമില്ല. എന്തേ റബ്ബ് ഉത്തരം ചെയ്യാത്തത് വിചാരിക്കണ്ട, എന്റെ റബ്ബ് ഇങ്ങനെ വിചാരിക്കണ്ട. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഒരുപക്ഷെ എന്റെ റബ്ബ് തീരുമാനിച്ചത് ഇനി ബാക്കിയുള്ള ആയുസ് മുഴുവൻ രോഗിയായി കിടക്കാനായിരിക്കും. അതിന് ചില ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ഖൈറിന് വേണ്ടി ആയിരിക്കാം. അതുകൊണ്ട് ആ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് രോഗം മാറൂല, നമ്മൾ ദുആ ചെയ്യും, പക്ഷെ രോഗം മാറൂല. എന്തേ കാരണം? ഈ രോഗത്തിൽ റബ്ബ് നിശ്ചയിച്ച ചില ഖൈറുകൾ മറ്റൊന്നുണ്ട്, അത് നമുക്കറിയില്ല. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പൊ അതിനൊക്കെ കൂലി കിട്ടുന്നു. നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നു, അതിന് കൂലി കിട്ടുന്നു. ഈ രോഗം കൊണ്ട് വേദന സഹിക്കുന്ന ഒരു കൂലി കിട്ടുന്നു. നബി തങ്ങൾ പറഞ്ഞില്ലേ, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. ഒരു വിശ്വാസിക്ക് ഏൽക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടുകളും, മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ, കട്ടപ്പാടുകൾ, നിരാശകൾ തുടങ്ങി ഹത്ത ശൗകതി യുശാഖുഹാ, അവൻ ഏൽക്കുന്ന മുള്ള് പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ, അവന്റെ പാപങ്ങളെ അത് മുഖേന റബ്ബ് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. കാലിന്മ മുള്ളുത്തിയാൽ ദോഷം പൊറുക്കുന്നു, ജലദോഷം ഉണ്ടായാൽ ദോഷം പൊറുക്കും, പനിച്ചാ ദോഷം പൊറുക്കും, ക്യാൻസർ വന്നാൽ ദോഷം പൊറുക്കും, കിഡ്നി ഫെയിൽ ചെയ്യാ ദോഷം പൊറുക്കും. നമുക്ക് അസുഖം വന്നാകെ ബേജാറായി, ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ കാര്യമില്ല, മാറുന്നില്ല. എന്തേ റബ്ബ് ഉത്തരം ചെയ്യാത്തതിന് അല്ലാഹനെ കുറ്റപ്പെടുത്തല്ല. ഖൈറിന് വേണ്ടി ചോദിച്ചോ. തൗഹീദ് ഉണ്ടെങ്കിൽ ഓൻ അതിൽ ബേജാറൊന്നുണ്ടാവും. തൗഹീദ് ഇല്ലെങ്കിലോ ഓരോരുത്തർ ഇങ്ങനെ പരിചയം, അവിടെ പോയൊക്കെ അവിടെ തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീവി ഉണ്ട്, അവിടെ ജാറുണ്ട്, അവിടെ സിദ്ധനുണ്ട്, അവിടെ ഷെയ്ഖ് ഉണ്ട്, അവിടെ പോയോക്ക്, ഇവിടെ പോയോക്ക്, ഓരങ്ങനെ പോകും. ആകാശത്ത് നിന്ന് വീണവനെ പോലെ. എല്ലാ വേദനയും അവൻ സഹിക്കണം. എന്നാ രോഗം മാറൂ? ഇല്ല. ഒരു സമാധാനം ഉണ്ടോ? ഇല്ല. ഈ വേദനയൊക്കെ സഹിക്കുന്നു. ഈ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളോ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്താൽ സ്വർഗം ഹറാം. എല്ലാ അമലും ബാത്തിൽ, എല്ലാ ലാഭങ്ങളും നഷ്ടമായി മാറുന്നു. വേദന സഹിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസിന്റെ കാര്യം അത്ഭുതമാണ്. നബി തങ്ങൾ പറഞ്ഞു, അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം. അവിടുത്തെ മുഅ്മിൻ പറഞ്ഞാൽ തൗഹീദുള്ള മുഅ്മിൻ, അല്ലാത്തവനല്ല.
മുവഹിദായ തൗഹീദുള്ള വിശ്വാസി, മുജാഹിദായ വിശ്വാസി, തൗഹീദുള്ള വിശ്വാസി. അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. ബുദ്ധിമുട്ട് വന്നോ ക്ഷമിക്കുന്നു, ഖൈറാകുന്നു. സന്തോഷവും സമാധാനവും ഉണ്ടായോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നു, ഖൈറായി മാറുന്നു. അത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. വേറെ ആർക്കതുള്ളത്? അല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ ചെറിയ പ്രശ്നം വന്നാൽ മതി, ഓന് അപ്പോഴേക്ക് ബേജാറായി അവൻ റബ്ബിനെ വിട്ടു, അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി മോശം വിചാരിക്കുന്നു, അള്ളാഹിനെ പറ്റി പലതും പറയുന്നു, അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്നു. വിശ്വാസ്യതല്ല. എന്റെ റബ്ബ് തന്നതെല്ലാം ഖൈറിനാണ്. അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായി കിടന്നത്. 14 കൊല്ലം രോഗിയായി കിടന്നു. ശരീരമാസകലം ബാധിച്ച വല്ലാത്തൊരു അസുഖം. ഭാര്യ അടുത്ത വീട്ടിൽ പോയി അവിടേക്ക് സേവനം ചെയ്ത് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഭർത്താവായ നബിക്ക് തിന്നാൻ കൊടുത്തതാണ്. അന്നും അയ്യൂബ് നബിക്ക് വഹയുണ്ട്, അന്നും ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, അന്നും മുഅ്ജിസത്തുണ്ട്. ഒരിക്കലെങ്കിലും ജിബ്രീലിനോട് ഒരു ആവലാതി പോലും എന്റെ റബ്ബന്റെ കാലത്ത് തീരുമാനമെടുക്കാത്തത് ചോദിച്ചിട്ടില്ല, ഒരു പരാതി പറഞ്ഞിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല മോശമായിട്ട്. ആ റബ്ബിനെ സ്തുതിക്കുകയാണ്, അവനെ പ്രകീർത്തിക്കുകയാണ്, തസ്ബീഹും തഹ്മീദുമായി മുഴുകുകയാണ്. അതാണ് അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞില്ലേ, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബിനെ ഓർക്കണേ. കണ്ടോ, അന്ന് കഴിഞ്ഞു പോയതാ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഖിയാമത്ത് വരെയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹ് പറഞ്ഞു കൊടുക്കുക, വഅയ്യൂബ, അയ്യൂബിനെ ഓർക്കണേ. ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച ആ സന്ദർഭം ഓർക്കണേ. അന്ന് വഹയുണ്ടല്ലോ, അന്ന് മുഅ്ജിസത്തുണ്ടല്ലോ. നമ്മുടെ നാട്ടിലോ കറാമത്തിനെ കൊണ്ട്, കൊടുത്ത കഴിവാകുന്ന കറാമത്ത് കൊണ്ട് രോഗം സുഖപ്പെടുത്തുന്ന ആരോ പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ മടവൂർക്ക് പോണത്. മടവൂർ ശൈഖ് കറാമത്തുണ്ടോ? ആർക്കാ ഉറപ്പുള്ളത്? മടവൂർ ശൈഖ് വലിയാണോ? ആർക്കാ ഉറപ്പുള്ളത്? എന്നിട്ട് അവിടെ പോയി ക്യൂ നിൽക്കുക. എന്തിന്? മൂപ്പർക്ക് കറാമത്തുണ്ടത്രേ, അവിടെ കൊടുത്ത കഴിവെന്ന് എന്ന് രോഗം മാറ്റും. മുഅ്ജിസത്തുള്ള നബി ഇവിടെ 14 കൊല്ലം രോഗിയായി കഴിയുന്നു. പടച്ചറബിനോട് പ്രാർത്ഥിച്ചുവെന്നല്ലാതെ ഒരു ആവലാതി പോലും പറഞ്ഞില്ല. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൻ നഷ്ടപ്പെടുന്നു. എന്താ പറഞ്ഞ വാക്ക്? ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ്. എന്റെ വിഷമങ്ങള്, എന്റെ പ്രയാസങ്ങള് ഞാൻ പരാതി പറയുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. ഒരു പടപ്പിനോട് പരാതി പോലുമില്ല. അതാണ് സബ്റുൻ ജമീൽ. മക്കൾ വന്ന് പറഞ്ഞല്ലോ, വാപ്പാ ഓനെ ചെന്നായ പിടിച്ചു, കുപ്പായം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. വിശ്വാസമില്ലെങ്കിൽ ഇതാ വാപ്പാ കണ്ടോ, ആ കുപ്പായം ഒന്നാകെ ചോരയാണ്, ചെന്നായ പിടിച്ചതാണ്. വാപ്പാക്ക് മനസ്സിലായി എന്തോ തട്ടിപ്പുണ്ട്. വാപ്പ പറഞ്ഞ വാക്കെന്താണ്? ഖാലബൽ സബ്റത്തുലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തെനിക്കറിയില്ല, എന്തോ ചില കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസബ്റുൻ ജമീൽ, സബ്റുൻ ജമീൽ. എന്താ സബ്റുൻ ജമീൽ? ക്ഷമക്ക് 4 ഘട്ടമാണ്. ഏറ്റവും ടോപ്പ് ക്ഷമയാണ് സബ്റുൻ ജമീൽ. അഥവാ അല്ലദീ ലാ ശക്വാ മഅഹു. സബ്റുൻ ജമീലാകാൻ വേണ്ടതെന്തെന്നോ ഒരു പരാതി പോലുമില്ല ഒരു പടപ്പിനോട്. നമ്മളൊക്കെ ക്ഷമിക്കും, കുറെ പരാതി പറയും, എന്താ കാട്ടെ, ക്ഷമിക്കല എന്താ ചെയ്യാ, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത വേദനയാണ്, സാരല്ല ഞാൻ ക്ഷമിക്കാന്ന് പറഞ്ഞിട്ടാ ക്ഷമിക്കാം. ക്ഷമയാണ്. പക്ഷേ സബ്റുൻ ജമീലല്ല. ഒരു മനുഷ്യരോടും ഒരു ആപരാതിയില്ല, ഒരു പടപ്പിനോടൊരു പരാതിയില്ല. പറയാനുള്ളത് അല്ലാഹുവിനോട് പറയാം. ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ്. എന്റെ വേവലാതികളും എന്റെ വിഷമങ്ങളുമെല്ലാം എന്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പരാതി പറയുന്നത്. അതാ സബ്റുൻ ജമീൽ. ആ മാതൃകയെ അല്ലാഹു തആല നമ്മോട് സ്വീകരിക്കാൻ പറഞ്ഞത്. പലതും വരും ജീവിതത്തിൽ. ദുനിയാവ് അങ്ങനെയാണ്. വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും, സമ്പത്ത് തകർന്നടിഞ്ഞു പോകും, ആരോഗ്യം നഷ്ടപ്പെടും, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കൂല. പക്ഷേ എന്റെ റബ്ബ് എന്ത് തന്നാലും ശരി, അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബേ, നീ തന്നാൽ നൽകാൻ ആരുമില്ല, നീ നൽകിയാൽ തടയാനും ആരുമില്ല. ഇത് മനസ്സിൽ ബോധ്യമായി മാറിയാൽ ലഭിക്കുന്ന സമാധാനം, നിർഭയത്വം, അത് പറഞ്ഞറിയിക്കാൻ കഴിയും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്ന മാനസികമായ സംതൃപ്തി
നമ്മളൊക്കെ അനുഭവിക്കുന്ന വല്ലാത്തൊരു ആ സന്തോഷവും നിർഭയത്വവും ഉണ്ടല്ലോ, അതൊക്കെ രാജാക്കന്മാർ അറിയുകയാണെങ്കിൽ, രാജാക്കന്മാരെ മക്കൾ അറിയുകയാണെങ്കിൽ അവര് വാളെടുത്ത് വന്ന് നമ്മളുമായി ഏറ്റുമുട്ടാൻ വരും. ഇബ്നു ഖയ്യിമിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസായിദിശ് ശൈത്വാൻ എന്ന കിതാബിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ വചനമാണ്. തൗഹീദ് ഉള്ളത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു സംതൃപ്തി, വല്ലാത്തൊരു നിർഭയത്വം ഇത് ഇവിടുത്തെ രാജാക്കന്മാർക്കില്ല, അത് ഭരണാധികാരികൾക്കില്ല, അത് മന്ത്രിമാർക്കില്ല, അത് MLA-മാർക്കില്ല, അത് സമ്പന്നന്മാർക്കില്ല, അത് മറ്റാർക്കുമില്ല. തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന നിർഭയത്വം അത് തൗഹീദ് കൊണ്ടേ ലഭിക്കും. ബാക്കി എന്തായിട്ടും കാര്യമില്ല. ഇബ്നു ഖയ്യിം പറയാ, അവർക്കൊക്കെ വല്ലാത്ത ടെൻഷനാണ്, അവർക്കൊക്കെ വല്ലാത്ത പ്രയാസമാണ്, അവരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. നമ്മളോ വല്ലാത്ത നിർഭയത്വത്തിലാണ്, വല്ലാത്ത സമാധാനത്തിലാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ നിർഭയത്വം, നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനം, അതൊക്കെ അവർ അറിയുകയാണെങ്കിൽ നമ്മളുമായി യുദ്ധം ചെയ്യാൻ അവർ വരുന്ന, കാരണം അവർക്ക് കിട്ടുന്നില്ല. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും നിർഭയത്വമില്ല. വലിയ കൊട്ടാരമുണ്ട്, വലിയ വാഹനമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, പറഞ്ഞ നടപ്പാക്കാൻ ആളുണ്ട്, അധികാരമുണ്ട്, പക്ഷേ സമാധാനമില്ല, സ്വസ്ഥതയില്ല. കോവിഡ് വന്നപ്പോ എത്ര മനുഷ്യന്മാരാ അറ്റാക്കായി മരിച്ചത്. സത്യവിശ്വാസിക്ക് അങ്ങനെ അറ്റാക്ക് ഉണ്ടാവില്ല, ടെൻഷനായിട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. മറ്റു വല്ല കാരണം കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ നല്ലത്. ടെൻഷനായിട്ട് അറ്റാക്ക് ഉണ്ടാകില്ല. അവരെ സംബന്ധിച്ച് എന്ത് വന്നാലും അതല്ലാഹുവിന്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീയിലേക്ക് എറിയാൻ നാട്ടുകാർ തീരുമാനിച്ചു. നാട്ടിൽ ഒന്നിച്ചുകൂടി തീരുമാനിച്ചതാ തീയിലേക്ക് എറിയാൻ. ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ ഇവിടെ തൗഹീദും പറഞ്ഞ് നടക്കുകയാണ്, ശിർക്കിനെതിരെ പോരാടുകയാണ്. നമ്മൾ ചെയ്യുന്ന ഈ ശിർക്കുകളൊക്കെ അത് പാടില്ലെന്ന് അവന്റെ വാദം. അതുകൊണ്ട് അവനെ വെറുതെ വിടാൻ പറ്റൂല. എന്താ ചെയ്യാന്ന് ഒന്നാകെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി ഒരു ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, അവനെ കരിച്ചു കളയാം, നമ്മുടെ ദൈവങ്ങളെ സഹായിക്കാം. അതാ പ്രത്യേകത. മറ്റു ദൈവങ്ങളൊക്കെ മനുഷ്യന്മാരെ സഹായിക്കുക ചെയ്യും, പടച്ചോനാരും സഹായിക്കണ്ട. അല്ലാത്ത ഏത് ദൈവങ്ങൾക്കും ആരാധിക്കുന്നവർ കാവൽക്കാരായി നിൽക്കണം, അല്ലാഹ്ക്കാരും കാവലിക്കണ്ട. അല്ലാത്ത ദൈവങ്ങൾക്ക് ഇവൻ കാവൽക്കാരാകണം, അവന് സഹായികളായി നിൽക്കണം. പടച്ചറബിനെ പുറമെ അവർ ആരാധന സ്വീകരിച്ചു. എന്തിനാ സ്വീകരിച്ചത്? ഇവർക്ക് സഹായം കിട്ടാൻ വേണ്ടിയാണ്. എന്തിനാ നേർച്ചപ്പെട്ടി ഉണ്ടാക്കിയത്? സഹായം കിട്ടാൻ. എന്നിട്ടോ ആ നേർച്ചപ്പെട്ടി കാവലിക്കുക നമ്മൾ അപ്പുറത്ത്. അല്ലാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞ വചനമാണ്. അല്ലാഹ്ക്ക് പുറമെ അവർ ആരാധന സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി. പക്ഷേ അവർ ഇവരെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ അവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന സൈന്യങ്ങളാണ്, അവർക്ക് കാവൽക്കാരായി നിൽക്കുകയാണ്. ഇതാണ് ദൈവേദ ശക്തികൾക്കെല്ലാം ഉള്ളത്. പടച്ച റബ്ബിന് ആരും കാവൽ ആവശ്യമില്ല, അല്ലാഹ്ക്കാരും സഹായിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹ്ക്കാരും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റാരെ ആരാധിക്കാനും പലതും സമർപ്പിക്കണം, നിവേദ്യങ്ങൾ വേണം, നേർച്ചകൾ വേണം, പലതും കൊണ്ടുപോയി കാണിക്കയായി കൊടുക്കണം. എന്നാലേ തൃപ്തിയാവുള്ളൂ ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവം കോപിക്കും. പടച്ചോനോ ഒന്നും വേണ്ട. ഒരു ഭക്ഷണം പോലും ആവശ്യമില്ല, എനിക്കവർ ഉപജീവനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലാഹ്ക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ദൈവങ്ങൾക്കെല്ലാം വല്ലതും കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തിയിട്ട് വേണം, പ്രീതിപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ കാര്യം നേടിപ്പോരാൻ. സിദ്ധന്മാരങ്ങനെയാണ്, തങ്ങന്മാരെങ്ങനെയാണ്, ബിവിമാരെങ്ങനെയാണ്, ആൾ ദൈവങ്ങൾ എങ്ങനെയാണ്. മറ്റ് ഏത് സൃഷ്ടിയാണെങ്കിലും ആരാധിക്കപ്പെടുന്ന സൃഷ്ടികളെല്ലാം അങ്ങനെയാണ്. ഓർക്ക് വല്ലതും അങ്ങോട്ട് കൊടുക്കണം, പടച്ചോളൊന്നും കൊടുക്കണ്ട. ആ റബ്ബിന്റെ സൃഷ്ടിയായ അടിമയായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിലേക്ക് വിളിച്ചപ്പോൾ ആളുകൾ തീരുമാനിച്ചു അവനെ കരിച്ചു കളയണം. നാട്ടിലെല്ലാം കൂടെ കൂടിയിട്ട് ഒന്നാകെ ഐക്യകണ്ഠേന പാസ്സാക്കി എടുത്തിട്ട് വലിയ തീകുണ്ടാരം ഒരുക്കി. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായത്ത് വന്നിഹായ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ആ തീകുണ്ടാരത്തിലേക്ക് എല്ലാവരും അവനെ കൊണ്ട് കഴിയുന്ന വിധം വിറക് സംഭാവന കൊടുത്തതാണ്. എല്ലാ കുടുംബങ്ങളും ഓല വക, നമ്മുടെ തറവാട്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഓല വക 1 ലോഡ് 2 ലോഡ് 3 ലോഡ് കഴിവനുസരിച്ച് എല്ലാവരും കൂടെ വിറക് കൊടുക്കുക. വലിയ വലിയ രോഗമുള്ള മനുഷ്യന്മാരൊക്കെ ആ തീയിലേക്ക് വിറക് നേർച്ചയാക്കിയ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി. എന്റെ അസുഖം മാറി കിട്ടാൻ വേണ്ടി ആ തീയിക്കിന്റെ വക 1 ലോഡ് വിറക്. ഇവിടെ സോക്കേട് മാറിന അള്ളാഹുവിന്റെ സോക്കേട് മാറ്റി കൊടുക്കുക. ഓണെന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ, ടെസ്റ്റ് ചെയ്യാൻ ശുക്ർ അല്ലാഹ്ക്കാണോ അല്ല അപ്പുറത്തേക്കാണോ നോക്കാൻ വേണ്ടി അള്ളാഹ് മാറ്റി കൊടുക്കുക.
നാട്ടിലൊന്നാകെ വിറകിങ്ങനെ ഒന്നാകെ കൊടുന്ന് കൂട്ടുകയാണ്. ഇബ്രാഹിം നബി ഇസ്ലാം ജീവിക്കുന്നത് ആ നാട്ടിലാണല്ലോ. ഒരു പൊറുതികേട് പോലല്ലേ, എന്താ പ്രഭ കാട്ടുക, ഇന്നത് കിടാനാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എന്താ ഇപ്പൊ ചെയ്യാ, ആരെ ഒന്ന് പോയി കാണാ, ആരോടൊന്ന് വിളിച്ചു പറയാ, ഇല്ല, ഒന്നുമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. വനിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹുയാകുന്നു. അതിലും ഒരു സമാധാനം എന്താ? ഇബ്രാഹിം നബിക്കറിയാം ഈ വിറക് മുഴുവൻ വന്നു കൂടുന്നത് എന്നെ കത്തിക്കാനാണ്. പക്ഷെ ഒരു പൊറുതികേട് പോലും, ഒരു അസമാധാനം പോലും, ഒരു ചെറിയ ഭയം പോലും ഉണ്ടായില്ല. വല്ലാത്ത നിർഭയത്വമാണ് അവിടെ. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം തന്നെയാണല്ലോ അത്. ഈമാൻ സ്വീകരിച്ച ആളുകൾ, ആ ഈമാനിൽ ശിർക്ക് നടത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെട്ടവര് പിന്നെ ഒരു പേടിയില്ല. അവസാനം തീ കൊടുത്തു, ഒന്നാകെ ആളിക്കത്തി. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ തീയിലേക്ക് എറിയാൻ പോലും ഏറെ പ്രയാസപ്പെട്ടുവെന്നാണ്. കാരണം അടുത്തേക്ക് അടുക്കാൻ വയ്യ, അത്ര ദൂരേക്ക് ചൂടാണ്. ദിവസങ്ങൾ നിന്നു കത്തി. ആകാശത്തൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീടുമെന്ന് തഫ്സീറുകളിൽ കാണാം. അത്രയേറെ ഉയരത്തിലേക്ക് ചൂടെത്തുമാറ് വലിയ തീകുണ്ഠാരമാണ് ഒരുങ്ങിയത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല. നബിതങ്ങൾ പറഞ്ഞു, ഈ വചനം ഏറ്റവും പ്രധാനമായ 2 സന്ദർഭങ്ങളിൽ ചരിത്രത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അത് ഒന്ന് ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. തീയിലേക്ക് എറിയപ്പെടുമ്പോൾ പോലും പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹ്. ഓ, ഞാൻ ഇത്ര വലിയ ഒരു നബിയായിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തേ പഠിച്ചോനെ സഹായിക്കാത്തത് ചോദിച്ചിട്ടില്ല. എന്തേ എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നത് പറഞ്ഞിട്ടില്ല. തീയിലേക്ക് എറിയുമ്പോഴും പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ആ തീ കിടന്ന് കത്തിക്കഴിഞ്ഞ് പോകാനാണോ റബ്ബിന്റെ തീരുമാനം എങ്കിൽ അത് നടക്കും. അതല്ല രക്ഷപ്പെടാനാണോ പഠിച്ചോന്റെ തീരുമാനം, അത് നടക്കും. അതാണ് സമാധാനം. ഞാൻ തീയിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരിഞ്ഞു പോയി ആയിരിക്കാം, എന്നാ വല്ല ബേജാറുണ്ടോ? ഇല്ല, പഠിച്ചോന്റെ തീരുമാനം അതായിരിക്കും. അല്ലാഹു തആല ഇടപെട്ടു. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. തീ അല്ലാഹുവിന്റെ പടപ്പാണ്, വിറക് അല്ലാഹുവിന്റെ പടപ്പാണ്, ഇബ്രാഹിം നബി ഇസ്ലാം അല്ലാഹുവിന്റെ പടപ്പാണ്. അല്ലാഹ് പറഞ്ഞു, എന്റെ ഇബ്രാഹിമിന് തണുപ്പായി മാറും. പുറത്തേക്ക് ഭയങ്കര ചൂട്, ഉള്ളിൽ നല്ല തണുപ്പ്. ദിവസങ്ങൾ ആളിക്കത്തി. അവസാനം തീ കെട്ടടങ്ങുമ്പോ ആളുകൾക്ക് സമാധാനമായി. ആ ശല്യം കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞിട്ടില്ല. രോമത്തിന് പോലും പുറത്തേക്കാതെ രക്ഷപ്പെട്ടു വന്നത് ഖുർആനാണ് പരിചയപ്പെടുത്തിയത്. ആ പടച്ച റബ്ബിനെ ഞാനും നിങ്ങളും മനസ്സിൽ എത്ര കണ്ട് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, എത്ര കണ്ട് ബോധ്യമുണ്ട് എന്ന് നമ്മൾ നമ്മോട് ചോദിക്കുക. ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോ അല്ലാഹ് മതി എന്നാണ് പറയാൻ. അല്ലാഹ് അനുവദിച്ച വഴികൾ, അല്ലാഹ് നിശ്ചയിച്ച വഴികൾ അത് സ്വീകരിക്കാം. ചികിത്സിക്കണ്ട എന്നല്ല, മരുന്ന് വേണ്ട എന്നല്ല, അതൊക്കെ അല്ലാഹ് നിശ്ചയിച്ചു തന്ന വഴികളാണ്. അതിനപ്പുറത്ത് തവക്കുൽ റബ്ബിൽ മാത്രമാണ്. കല്യാണം കഴിഞ്ഞ് 5-6 കൊല്ലമായി കുട്ടികളില്ല. അതൊക്കെ മരുന്നൊക്കെ കുടിച്ചു നോക്കി, കുറച്ചൊക്കെ ദ്വാഴി നോക്കി. പിന്നെ കുറച്ച് കൊല്ലങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരെ ചോദിക്കുക, അല്ലടി എന്താ നിങ്ങൾ ദ്വാഴി തിന്നാൻ പറ്റുന്നല്ലോ, എവിടെ നിന്ന് പോയോക്കെയാണ്. അപ്പൊ എവിടുക്കാ പോകുക? അപ്പൊ ആരെയും പറയും, അവിടെ തങ്ങളുണ്ട്, ഇവിടെ ഒരു ആറ്റക്കോയുണ്ട്, അവിടെ വേറെ കോയുണ്ട്, ഇവിടെ ഒരു ബീവി ഉണ്ട്, അവിടെ നിന്ന് പോയാൽ മതി. ഇല്ല, എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് കുട്ടി ഉണ്ടാകണം, എന്ന് കുട്ടി ഉണ്ടാകണം. അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനം എന്നുണ്ടായി? ആ തീരുമാനം മുഴുവൻ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെടും മുമ്പുണ്ട്. എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാം പടച്ച റബ്ബ് തീരുമാനിച്ചതാണ്. അവന്റെ ഇൽമിലുള്ളതാണ്. അല്ലാഹ് അലീമാണ്, ഹക്കീമാണ്, ലത്തീഫാണ്, ഖബീറാണ്. സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായതിനെ പോലും അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, സമീആണ്, കേൾക്കുന്നവനാണ്, ബസീറാണ്, കാണുന്നവനാണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനും എത്രയോ കാലം മുമ്പ് പടച്ച റബ്ബ് മാത്രമുള്ള കാലഘട്ടങ്ങളിൽ പോലും അല്ലാഹു തആല അലീമാണ്. അല്ലാഹ് മാത്രമുള്ള കാലം ലോകത്ത് എത്ര കഴിഞ്ഞു പോയി? ഒരു പടപ്പില്ലാത്തത്, ഒരു പടപ്പുമില്ല, ആകാശമില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലമല്ലേ ഏറ്റവും അധികം കഴിഞ്ഞത്. പിന്നെയാണ് ആകാശം ഭൂമി ഉണ്ടാവുന്നത്.
അല്ലാഹു തആലയുടെ അസലിയായ ആദ്യമേ ഉള്ള സിഫത്താണ് അല്ലാഹു അലീമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹുവാണ് അവ്വല്, അൻതൽ അവ്വലു വലൈസ ഖബ്ലക ശൈഉൻ. നബി നിങ്ങൾ പറഞ്ഞുവല്ലോ, അല്ലാഹുവേ നീയാണ് അവ്വല്, നീയാണ് ആദ്യമുള്ളവൻ, നിന്റെ മുമ്പ് ആരും തന്നെ ഇല്ല, അല്ലാഹുവിന് മുമ്പ് ആരുമില്ല. അല്ലാഹുവാണ് അവ്വല്. ആ അവ്വലായ അല്ലാഹുവിന് അന്നേയുള്ള സിഫത്താണ് അല്ലാഹു അലീമാണ്. അല്ലാഹുക്ക് ഇൽമുണ്ട്. എന്താ ഇൽമുള്ളത്? ഞാൻ എന്നിവിടെ പ്രസംഗിക്കുന്നുള്ളത് അല്ലാഹുക്ക് അന്നറിയാം. അത് പിന്നെ അല്ലാഹു എഴുതി വെച്ചു എന്ന് ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു. അന്നല്ല അറിഞ്ഞത്, അന്നല്ല കണക്കാക്കിയത്. അല്ലാഹു തആല അവ്വലാണെങ്കിൽ അവന്റെ ഇൽമും അവ്വലാണ്, അവന്റെ സമഉം അവ്വലാണ്, അവന്റെ ബസറും അവ്വലാണ്. അല്ലാഹു എന്നും അലീമാണ്, എന്നും എല്ലാം അറിയുന്നവനാണ്, എന്നും എല്ലാം കേൾക്കുന്നവനാണ്, എന്നും എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് രേഖയാണ് തുടങ്ങിയത്, അതിന് മുമ്പ് ഇൽമുണ്ട്. പിന്നെ അല്ലാഹു തആല അത് സൃഷ്ടിച്ചു. ഞാനിവിടെ വന്ന് നിന്ന് ഇവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സംസാരം, പ്രഭാഷണം എന്നത് പടച്ചോ എന്നിൽ സൃഷ്ടിച്ചുണ്ടാക്കി. അത് ഖൽഖ്, അത് അല്ലാഹു ഉദ്ദേശിച്ചു. മശീഅത്ത്, ഈ നാലും കൂടിയതാണ് ഖലാ ഖദർ. റബ്ബിന്റെ ഇൽമ്, അവന്റെ കിതാബത്ത്, അവന്റെ മശീഅത്ത്, അവന്റെ ഖൽഖ്. അല്ലാഹുവിന്റെ അറിവ്, റബ്ബ് രേഖപ്പെടുത്തി വെച്ചത്, റബ്ബിന്റെ ഉദ്ദേശം, റബ്ബ് അത് സൃഷ്ടിച്ചത്. ഇത് നാലും കൂടുമ്പോഴാണ് ഇത് പ്രവർത്തനമായി പുറത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ കഴിയില്ല. അമാനി മുതൽ ഖുർആൻ പരിഭാഷ നോക്കി, അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന ആയത്തിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. അത് വല്ലാത്തൊരു വാക്കാണ്. നമ്മളെത്തൊക്കെ പേന ഉണ്ടല്ലോ, പേനയും കയ്യുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. എന്താ എല്ലാവരും ലേഖനം എഴുതാത്തത്? നാവുള്ള എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും? ഇല്ലല്ലോ. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നത് ഒരു പ്രത്യേകമായ കാര്യമാണ്. അവിടെ അമാനി മൗലവി വിശദമായി അക്കാര്യം വിവരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ പടച്ച റബ്ബിനെ മനസ്സുകൊണ്ടങ്ങ് ബോധ്യപ്പെടുക. അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പടപ്പിലേക്കും മനസ്സ് തിരിയൂല. എനിക്കൊരു പടപ്പും വേണ്ട. ഏതു പടപ്പിനെയും അവലംബിക്കുന്ന പരിപാടിയില്ല, ആശ്രയിക്കുന്ന പരിപാടിയില്ല. അനുവദനീയമായ വഴികളിൽ ഉപയോഗപ്പെടുത്താം, അനുവദനീയമായ വഴികളിൽ ഉപയോഗപ്പെടുത്താം. അതുപോലും പരമാവധി ഒഴിവാക്കുകയാണ് ഒരു വിശ്വാസം ചെയ്യുക. ഒരാളെ പരമാവധി ഒരാളെ സഹായം വേണ്ട, സ്വയം പര്യാപ്തനായി നിൽക്കുക. ഒരാളുടെ ഔദാര്യം വേണ്ട, ആരോടൊന്നും ചോദിക്കണ്ട. യാചന പോലും ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതല്ലേ നമ്മളൊക്കെ ശ്രമിക്കൽ? വേണ്ട, മറ്റൊന്നും വേണം, നമുക്ക് നമ്മൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞു പോകാം. ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടുക. അലി നബി ത്വാലിബ് റളിയല്ലാഹു നൽകിയ ഉപദേശങ്ങളിൽ കാണാം, എനിക്ക് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നീ ക്ഷമിച്ചോ. ഇന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നാളെ അത് ഒഴിഞ്ഞു പോയിക്കോളും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, ആളുകളോട് നീ അങ്ങനെ പരാതി പറയാൻ പോകണ്ട. ആൾക്കാരുടെ മുമ്പിൽ മാന്യമായി ജീവിച്ചോ. എല്ലാവരും പൈക്കാണ്ട് ഇടങ്ങാറ് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടും കട്ടപ്പാടും പറഞ്ഞിട്ട് എന്താ കിട്ടാളത്? ആർക്കാ വല്ലതും ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയും. അള്ളാഹിനോട് പറഞ്ഞോ, അള്ളാഹ് എനിക്കൊരു മാർഗം ഉണ്ടാക്കി തരുമെന്ന് അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒന്നാണ്. അത് നൽകുന്ന സമാധാനം ചെറുതല്ല, അതുകൊണ്ട് ലഭിക്കുന്ന നിർഭയത്വം ചെറുതല്ല. അല്ലെങ്കിലോ എല്ലാത്തിനും പേടിക്കേണ്ടി വരും, എല്ലാത്തിനും പേടിച്ച് ഇറങ്ങേണ്ടി വരും. വിശ്വാസിക്കതില്ല. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഓൻ പ്രാർത്ഥിക്കും, അതും പറഞ്ഞിറങ്ങിയാൽ പിന്നെ ഓൻ എന്താ ബേജാറ്? ഇനി ഓനെ വല്ല ഉണ്ടായോ? എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഇനി വല്ല ബുദ്ധിമുട്ടും വന്നോ? എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹ് അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ ആ സമാധാനം. അല്ലെങ്കിലോ ഓൻ ബേജാറായി പോയി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ വാതിലിന്റെ മുമ്പിൽ കുപ്പി കണ്ടാൽ പേടിക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ആരോ ചെയ്തതാണ് ഓൻ ബേജാറ്. ഇന്ന് അതും കൊണ്ട് പോവുക തങ്ങളെ മുമ്പ്. ആരെയും ചെയ്തോട്ടെ, നമുക്ക് എന്താ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ, പടച്ചോന്റെ പേരാണ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. അതിനെ മറികടക്കാൻ ആർക്കാ പറ്റും? റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്ക് പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അസുഖം വന്നാൽ അല്ലാഹുവാണ് രോഗം നൽകുന്നവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ അവനാണ് ശിഫ നൽകുന്നവൻ.
അല്ലാഹുമ്മ റബ്ബൻ നാസ് അൽഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. റബ്ബേ നീയാണ് ശാഫി, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല റബ്ബേ, അതുകൊണ്ട് പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. അത് സമാധാനാണ്. അതോടൊപ്പം അല്ലാഹ് അനുഭവിച്ച വഴിയൊക്കെ സ്വീകരിക്കാം, ചികിത്സിക്കാം, മരുന്ന് കഴിക്കാം, ദുആ ചെയ്യാം, സംസം കുടിക്കാം. റബ്ബ് പറഞ്ഞ എന്തൊക്കെ വഴിയുണ്ടോ, നബി തങ്ങൾ പഠിപ്പിച്ച എന്തെല്ലാം വഴിയുണ്ടോ അതൊക്കെ സ്വീകരിക്കാം. അതിനപ്പുറമുള്ളത് അല്ലാഹ്. അല്ലാത്തവനോ ആ തങ്ങളൊന്ന് പറഞ്ഞാൽ മതി, അവിടുന്ന് ഒരു വാക്കിട്ടാൽ മതി, ഇയാളെന്ത് തന്നാ മതി, ഒരു നൂലും കെട്ടെടുക്കണ മനുഷ്യന്മാർ എത്രയോ കാണാം. നൂലിട്ടെടുക്ക, എന്താ ഈ നൂല് തങ്ങപ്പാപ്പുറത്തെ നൂല, അത് കിട്ടിയാ പിന്നെ ബേജാറില്ല. ഏലസ് കിട്ടുന്നവർ, നൂല് കിട്ടുന്നവർ, ചരടുമായി പോകുന്നവർ, ബറക്കത്തെന്ന് പറഞ്ഞുകൊണ്ട് പലതുമായി പോകുന്ന ആളുകൾ, വീട്ടിൽ, വാഹനത്തിൽ, കടയിലെല്ലാം അങ്ങനെ പലതും കെട്ടിത്തൂക്കുന്ന ആളുകൾ, നബി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും വല്ലതും കെട്ടി ബന്ധിച്ചാൽ അല്ലാഹു അവനെ അതിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന. പിന്നെ അല്ല വിട്ടുവനെ നീയും എന്റെ ഏലസും കൊണ്ട് പോയിക്കുന്നത്, പിന്നെ ഓനെ സമാധാനಕ್ಕೆ ഈ ഏലസമില്ല, പിന്നെ അള്ളാഹിന് ഓന് വേണ്ട, ഓനാകെ സമാധാനം ഈ ഏലസാണ്. ഇത് കെട്ടിനേശം ഒരു കുഴപ്പമില്ല, അയിമ സമാധാനപ്പെട്ടു പോകും. അതാണ് ഊക്കില ഇലൈഹി, അവിടെ അതിലേക്ക് അങ്ങ് ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും തെറ്റായ അനിസ്ലാമികമായ ശിർക്കായ മന്ത്രങ്ങള്, അതുപോലെയുള്ള രക്ഷാബന്ധനങ്ങള്, ഇതൊക്കെ ശിർക്കാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വക ഒരു വഴിയും നമുക്ക് ആവശ്യമില്ല, ഒരു നൂലും വേണ്ട, ഒരു ചരടും വേണ്ട, ആ വക ഒരു സിദ്ധന്മാരും ആവശ്യമില്ല. ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാ മതി. അത് ഏതു രംഗത്തും എന്തു വന്നാലും, മേൽക്കുമേലെ പ്രതിസന്ധികൾ വന്നാലും ശരി, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ശരി, എനിക്ക് എന്റെ റബ്ബ് മതി. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, വല്ലവനും റബ്ബിൽ തവക്കുലാക്കിയാൽ അവൻ മതി, അല്ലാ മതി. നീ തവക്കുലാക്കിയിട്ട് പോലും വല്ല പ്രശ്നം വന്നോ, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ഓൻ തവക്കുലാക്കി എന്നിട്ടും ഒരു ബുദ്ധിമുട്ട് വന്നു, അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് അതിൽ എനിക്കൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ദുആ ചെയ്തു, രക്ഷപ്പെട്ടില്ല, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, റബ്ബ് അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, അത് വിചാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ നിർഭയത്വം നഷ്ടപ്പെടും. അല്ലെങ്കിലോ നിങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എത്ര ദുആയിരുന്നു, നിർബന്ധം ഉണ്ടായി ചോദിക്കും. പത്രക്കാരെഴുതും പ്രാർത്ഥന വിഫലമായി. ഇല്ല, നമുക്ക് പറയാൻ പറ്റൂല, നമുക്കത് പറയാൻ പറ്റൂല. ദുനിയാവിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും അത് വലിയ നഷ്ടമൊന്നുമല്ല, ദുനിയാവിൽ എന്ത് നേട്ടങ്ങൾ ലഭിച്ചാലും അത് വലിയ നേട്ടങ്ങളുമല്ല. പരലോകമാണ് പ്രധാനം. നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ അവനാണ് വിജയിച്ചവൻ. ഐഹിക ജീവിതം എന്നത് വഞ്ചനാ വിഭവം മാത്രമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇവിടെ പ്രശ്നം വന്നാൽ ഒരു ആത്മഹത്യ ചെയ്യൂല. ഇവിടെ ഒന്നാകെ തകർന്ന് തരിപ്പണമായാലും ഒരു ആത്മഹത്യ ചെയ്യാൻ പോകൂല. ഒരാവക ഒന്നുമില്ല, അൽഹംദുലില്ലാഹ്, അലല്ലാഹ്, സാരല്ല, തവക്കൽത്തുള്ള അല്ലാഹു ഏൽപ്പിച്ചു. ദുനിയാവുക്ക് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇത്രയും കാലം അധ്വാനിച്ചു, അത് ഒന്നാകെ ഒരു നിമിഷം കൊണ്ട് പൊളിയാനാണോ പടച്ചോന്റെ തീരുമാനം? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, റബ്ബിലും ഖൈറായി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം, ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. അസുഖമാണ് റബ്ബ് കണക്കാക്കിയത്, അൽഹംദുലില്ലാഹ്, 24 മണിക്കൂറും എനിക്ക് കൂലിട്ടോലോ എന്ന് വിചാരിച്ചാൽ മതി. രോഗിയായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വന്നു, അൽഹംദുലില്ലാഹ്, 24 മണിക്കൂറും കൂലി കിട്ടാൻ പടച്ചോൻ നിശ്ചയിച്ചൊരു മാർഗം. ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനും കൂലി കിട്ടുന്നു. ഞാൻ ദുആ ചെയ്യുന്നു, അതിനും കൂലി കിട്ടുന്നു. വേദന അനുഭവിക്കുന്നു, അതിനും കൂലി കിട്ടുന്നു. അതിനും വലിയ സമാധാനം സഹോദരങ്ങളെ വേറെ എന്തുണ്ടാവുക? അല്ലാഹുവിന്റെ തീരുമാനമേ നടക്കുള്ളൂ. അതാണ് ഉറപ്പിക്കുക. മക്കൾക്ക് വിവാഹം അന്വേഷിക്കും, കുറേ കാണാൻ വന്നു, പലരും വന്ന് കണ്ടുപോയി, ഒക്കെ എന്താണ് ഏതായാലും അടുക്കാണ് ശരിയാവുന്നത് ഉറപ്പിച്ച് അവസാനം കാണാതുകൊണ്ട് മുടങ്ങിപ്പോകും. എന്താ ഇപ്പം ഇങ്ങനെ? എന്തേലും വല്ല പ്രശ്നമുണ്ടോ? എന്റെ മറ്റോ മുടക്കുണ്ടോ? അയൽവാസി മുടക്കുകയോ? പിന്നെ നമുക്ക് ആ ചിന്തയായി. പിന്നെ വരുമ്പോൾ പറഞ്ഞ് ഇതിലെ വെഞ്ചട്ടോ മറ്റേ റോട്ടിൽ വന്നോടി, അവിടെ ചങ്ങായിട്ട് ഒക്കെ മുടക്കാൻ നിൽക്കുക. സഹോദരന്മാർ, നമ്മളെ മോക്ക് എന്ന് കല്യാണം ശരിയാണെന്ന് അള്ളാഹ്ക്ക് തീരുമാനമുണ്ട്. അത് മുടക്കാൻ ഓന് പറ്റുമോ? അതിന് 4 ദിവസം മുമ്പ് നടത്താൻ ഓം വിചാരിച്ചാൽ കഴിയോ? ഇല്ല. ഇതാണ് ഉറപ്പിച്ചാൽ പിന്നെന്താ വേച്ച? ഓ മുടക്കിക്കോട്ടെ. ഓ മുടക്കെങ്കിൽ ആ വിവാഹം മുടങ്ങേണ്ട വിവാഹമാണ്. അതല്ലേ നമ്മൾ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ എന്താ ദ്വാരുന്നത്? പഠിച്ചോനെ എൻ്റെ മകൾക്ക് ഒരു സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണേന്ന് അന്വേഷിച്ചപ്പോൾ തരക്കടില്ല. നല്ല സ്വാലിഹായ കുട്ടിയാണ്, എല്ലാം കൊണ്ടും ഉഷാറ, എല്ലാം കൊണ്ടും കുഫുത്തതാണ്. പക്ഷെ മുടങ്ങിപ്പോയി. എന്റെ കാരണം ഈ ദുആക്കുള്ള ഉത്തരമായിരിക്കാം.
ഒരു പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ ഓൻ ചിലപ്പോൾ ഇസ്ലാമെന്ന് പോയി മുസ്ലിമായി കാഫിറായി പോയിട്ട് നമ്മളെ മോളും കൂടി ആ വഴിക്ക് പോയി ഒന്നാകെ സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിൽ പോയി ആപ്പതിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇപ്പോ നല്ലോനാ, 10 കൊല്ലം കഴിഞ്ഞാൽ ഓൻ എന്താകാം നമുക്കറിയില്ല. അപ്പൊ അള്ളാഹ് അയൽവാസം ഏൽപ്പിച്ചാണ്, അത് മുടക്കിക്കാളെ ഓന് വേണ്ട. ഓൻ എന്നോട് ചോദിച്ചത് സ്വാലിഹായ ഭർത്താവിനാണ്, ഇപ്പം സ്വാലിഹല്ല, അത് നീ മുടക്കിക്ക. ഓൻ മുടക്കി, അത് അള്ളാഹ് ഏൽപ്പിച്ചതാ ഓന്. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ? എന്നിട്ട് ചില നാട്ടിൽ പോയാൽ കാണാം വലിയ ബോർഡ്, കല്യാണം മുടക്കിയുള്ള ശ്രദ്ധയ്ക്ക്. ഞാൻ ഇപ്പം എന്താ കൈമാറി ആർക്കത് മുടക്കാൻ പറ്റും? ഓണ് നിസ്കരിച്ചിരിക്കുമ്പോൾ പറയും അല്ലാഹുമ്മ അലിമാഴത്തൊയ്ത്ത. ഇതൊരു ബോധ്യമായി മനസ്സിലേക്ക് ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. എന്തു വന്നാലും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. ഞാനിതിൽ ഖൈറിനെ പ്രതീക്ഷിക്കുന്നു, ഖൈറിനെ ചോദിക്കുന്നു. ആ ഖൈർ ഞാൻ റബ്ബ് നൽകുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് എന്ന ആ സമാധാനമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ തൗഹീദ് കൊടുക്കുന്ന നിർഭയത്വം, ആ തൗഹീദ് ലഭിക്കുന്ന സമാധാനം അത് വേറൊന്നും ലഭിക്കൂല. ആ ഒരു നിലവാരത്തേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബിനെ പറ്റി പഠിക്കുക, അഖീദ നമ്മൾ പഠിക്കുക, അല്ലാഹുവിന്റെ നാമങ്ങളെ വിശേഷണങ്ങളെ പഠിക്കുക. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും വല്ലാത്ത സമാധാനം സമ്പത്തിൽ നൽകുന്ന റബ്ബിന്റെ നാമങ്ങളാണ്. വെറുതെ ഒരു പേര് അല്ലാഹ്ക്കില്ല. നമ്മളൊക്കെ വെറുതെ പേരുണ്ടാവും, വെറുതെ ഒരു പേരുണ്ടാവും. ഒരു പേരുണ്ടാവും കരീം. എന്താ കരീം? ഔദാര്യവാൻ, സംഗതി മഹാപിഷ്കനായിക്കും. എന്നാ അള്ളാഹിന്റെ പേര് അങ്ങനെയല്ല. അള്ളാഹിന്റെ പേരെല്ലാം സിഫത്തുകളെ ഉൾക്കൊള്ളുന്ന പേരുകളാണ്. അല്ലാഹ് റഹീമാണെന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവനാണ്, റഹ്മാനാണെന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവനാണ്, അലീമാണ് ഇൽമുള്ളവനാണ്, സമീആണ് സമഉള്ളവനാണ്, ബസീറാണ് ബസറുള്ളവനാണ്, ലത്തീഫാണ് ലുത്ഫുള്ളവനാണ്. അല്ലാത്ത വെറുതെ ഒരു പേര് അല്ലാഹ്ക്കില്ല. അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മികച്ച മെച്ചപ്പെട്ട നാമങ്ങൾ. സിഫാത്തുൽ ഉലാ, അത്യുന്നതമായ വിശേഷണങ്ങളാണ് എൻ്റെ റബ്ബിനുള്ളത്. ആ സിഫത്തുകളെ, ആ നാമങ്ങളെ അതിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, പടച്ച റബ്ബിന് ഏറ്റവും മികച്ച നാമങ്ങളുണ്ട്. ആ പേരുകളെ പഠിക്കുക. എന്താ സമീഅ്, എന്താ ബസീർ, എന്താ അലീം, എന്താ ഖദീർ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സമാധാനം സഹോദരങ്ങളെ ചെറുതൊന്നുമല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജയിലിൽ കിട്ടാലും പുറത്തിട്ടാലും എനിക്ക് ഒരുപോലെയാണ്, എനിക്കൊരുപോലെയാണ്. എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ് നടക്കുക. അത് ഉറച്ച് വിശ്വസിച്ച ആളിന് ജയിലിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? നാടുകടത്തി എനിക്കതൊരു ഹിജ്റയാണ്, നാടുകടത്തി എനിക്ക് ഹിജ്റയാണ്. അദ്ദേഹം എന്നെ കൊന്നാലോ എനിക്ക് ഷഹാദത്താണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളെ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റും? വല്ല ടെൻഷനും ഉണ്ടാവോ? വല്ല വിഷമം ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരൻ, ആ ഒരു നിലവാരത്തിലേക്ക് വളരണമെങ്കിൽ തൗഹീദ് ആഴത്തിൽ പഠിക്കണം. കേവലമായ വിവാദങ്ങൾക്കപ്പുറത്ത്, കേവലമായ അവകാശവാദങ്ങൾക്കപ്പുറത്ത് എനിക്ക് തൗഹീദ് എത്ര കണ്ട് അറിയാമെന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക. ഓൻ തൗഹീദ് പഴിച്ചു, ഇപ്പം തെറ്റിപ്പോയി, ഓൻ പഴിച്ചു പോയി, ഓൻ മറ്റിൻ്റെ ആളാ, ഇപ്പം നിന്റെ ആളാന്നൊക്കെ പറഞ്ഞു പോകാം, അതൊക്കെ എളുപ്പമുണ്ടാവും. അതിനപ്പുറത്ത് കേവലമായ പാർട്ടി വിദ്വേഷങ്ങൾക്കും പാർട്ടി താല്പര്യങ്ങൾക്കും അപ്പുറത്ത്, കേവലമായ അവകാശവാദങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ സ്വസ്ഥമായി ആലോചിക്കുക, എനിക്ക് തൗഹീദ് എന്താ അറിയാം, എനിക്ക് തൗഹീദ് എന്താ അറിയാം, തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ എത്ര കണ്ട് ഇറങ്ങിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ എത്ര നാമം എനിക്കറിയാം, എത്ര സിഫത്ത് എനിക്കറിയാം, അത് ഞാൻ എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തെ എത്ര ഗ്രന്ഥങ്ങൾ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി മുൻഗാമികൾ എഴുതി വെച്ചു. ഇമാം അഹ്മദിന്റെ അസ്സുന്ന മുതൽ, ഇമാം ബുഖാരിയുടെ ഖൽഖ് അഫ്ആലുൽ ഇബാദ മുതൽ, ഇബ്നു മന്ദയുടെ കിതാബുൽ ഈമാൻ മുതൽ, ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അഖീദ വാസിത്തിയ്യ മുതൽ, ഇമാം തുഹാവിയുടെ അഖീദ തുഹാവിയ്യ മുതൽ, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബുൽ തൗഹീദ് മുതൽ, അദ്ദേഹത്തിന്റെ അൽ-ഉസൂൽ സലാസ മുതൽ, കശ്ഫു ശുബ്ഹാത്ത് മുതൽ എത്ര ഗ്രന്ഥങ്ങളാണ് തൗഹീദ് പഠിപ്പിക്കാൻ, അഖീദ പഠിപ്പിക്കാൻ അഹ്ലുസുന്നയുടെ മുൻഗാമികളെല്ലാം രേഖപ്പെടുത്തി വെച്ചത്. പക്ഷേ അതൊക്കെ വായിച്ചു പഠിക്കാൻ, ആ ആശയങ്ങളെ പഠിക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്തിയിട്ടില്ല. നമുക്ക് തൗഹീദ് 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 എന്ന് വിചാരിച്ചെടുക്കാന്നല്ലാതെ തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, പടച്ച റബ്ബിനെ കണക്കാക്കണ ക്രമപ്രകാരം കണക്കാക്കിയിട്ടില്ല എന്ന് ജൂതനെ പറ്റി അല്ലാഹ് പറഞ്ഞു, മക്കത്തെ മുശ്രിക്കിനെ പറ്റി അല്ലാഹ് പറഞ്ഞുവെങ്കിൽ നമുക്കും അത് ബാധകമാണ്. നമ്മൾ സ്വസ്ഥമായ എനിക്ക് അല്ലാഹുവിനെ പറ്റി എന്താ അറിയാം, പടച്ച റബ്ബിനെ പറ്റി ഞാൻ എന്താണ് പഠിച്ചത്, എവിടുന്നാണ് പഠിച്ചത്, നമുക്ക് വഹയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായ തൗഹീദ് പഠിക്കാൻ തുടങ്ങുക, തൗഹീദിന്റെ വിശദാംശങ്ങളെ പഠിക്കുക, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുക, ഇവിടെ നാമങ്ങളെ പഠിക്കുക, വിശേഷങ്ങളെ പഠിക്കുക, അഥവാ ഖുർആനെ പഠിക്കുക, ഹദീസ് പഠിക്കുക. ഇതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ.
വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. അതാണ് നമ്മുടെ ആയുധം, അതാണ് നമ്മുടെ പ്രമാണം. അതിലുണ്ടോ അത് മതമാണ്, അതിലില്ലേ മതമല്ല. ആരെയും എന്തെങ്കിലും പറയുമ്പോഴേക്കൈ ആയത്തൊന്നും വേണ്ട, ഈ ഹദീസൊന്നും വേണ്ട, അതൊന്നും ശരിയല്ല, അതൊക്കെ ഖുർആനെതിരാണ്, അതൊക്കെ ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പോക എളുപ്പമുണ്ടാവും. അതിനപ്പുറത്ത് നിഷ്പക്ഷമായൊരു പഠനം, ആത്മാർത്ഥമായൊരു പഠനം സഹോദരങ്ങളെ പരലോകം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മളെ പാർട്ടി പറഞ്ഞു ആ ഹദീസ് ഒഴിവാക്കുക, എന്നാ ഒഴിവാക്കുക അല്ല. നമ്മളെ പാർട്ടി പറഞ്ഞു ഇങ്ങനെ തീരുമാനിക്കുക അല്ല. ദീനതൊന്നുമില്ല. ഉള്ള ദീനിനെ നടപ്പാക്കാൻ പാർട്ടി വല്ലതും പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാം. ദീനിന് മാറ്റം മറിക്കാൻ ഒരു പാർട്ടിക്കും അധികാരം കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കും അധികാരം കൊടുക്കാൻ പറ്റില്ല. അള്ളാഹിനെ മുമ്പ് കാണി ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ നമുക്ക് പറ്റണം. നമ്മുടെ അടിസ്ഥാനം അള്ളാഹിന്റെ കിതാബാണ്, അവന്റെ റസൂലിന്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആത്മാർത്ഥമായി പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. വിശുദ്ധ ഖുർആന്റെ പരിഭാഷയെങ്കിലും ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ, അമാന്യമരുടെ ഖുർആൻ പരിഭാഷയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒരു വട്ടെങ്കിലും ഒന്ന് വായിക്കുക. ഖുർആൻ കംപ്ലീറ്റ് അർത്ഥസഹിതം ഒന്ന് വായിക്കാൻ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? പഠിച്ചോനെ, ദുനിയാവിന്ന് പോണ മുമ്പ് ഇന്റെ കിതാബ് ഒരു പ്രാവശ്യമെങ്കിലും അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഓതി തീർക്കാൻ, ഒന്ന് വായിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ ദുആ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണം, തുടങ്ങി വെക്കണം. ഹദീസുകളെ പഠിക്കണം, ദീനു പഠിക്കണം, അഖീദ പഠിക്കണം. എന്നാൽ അള്ളാഹിനെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സ് തിരിക്കുമ്പോൾ പറയാൻ പറ്റും, ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് വിളിച്ചു തേടാൻ ഒരു നബിയും വേണ്ട, ഒരു വലിയും വേണ്ട, ഒരു മലക്കും വേണ്ട, ഒരു ജിന്നും വേണ്ട, ഒരു പടപ്പും വേണ്ട. ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ ആ റബ്ബാണ്, അല്ലാഹയാണ് എന്ന് മനസ്സറിഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ സഹോദരങ്ങളെ പിന്നെ വേറെ ഒന്നും അനുഭവസ്ഥല്ല. ലോകമൊന്നാകെ കുലുങ്ങിയാലും ഓനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാനില്ല. അവൻ തന്റെ റബ്ബുമായി മനസ്സ് ബന്ധിച്ചവനാണ്, സദാസമയം അല്ലാഹുമായി ഒരു കണക്ഷനുള്ളവനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നും പറഞ്ഞ് ആരംഭിക്കുന്ന ദിവസം എന്റെ റബ്ബുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ദിവസം തുടങ്ങുന്നത്. ഉറക്കുന്ന എണീറ്റ് കണ്ണു തുറന്ന് ആണ് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എന്റെ കണക്ഷൻ എന്റെ റബ്ബിനോടാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ റബ്ബിനെ ഓർത്തുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. നിസ്കാരം പൂർണ്ണമായും പ്രാർത്ഥനയാണ്. വണ്ടി കയറിയാൽ പ്രാർത്ഥിക്കുകയാണ്, പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രംഗത്തും ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ രംഗത്തും അവസാനം കിടക്കാൻ പോകുമ്പോൾ ഏറ്റവും അവസാനമായി പറയുന്ന വാക്കെന്താ? അവസാനമായി ചൊല്ലുന്ന ദിക്റെന്താ? اللهم إني أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت اللهم إني أسلمت نفسي إليك എൻ്റെ ശരീരം ഇതാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, രാത്രി ഭക്ഷണം കഴിച്ച് പല്ല് തേച്ച് ഒളൂ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വിരിപ്പ് തട്ടിക്കൊട്ടി വീട്ടിൽ വന്ന് കിടന്ന് ചൊല്ലാളതൊക്കെ ചൊല്ലി അവസാനത്തെ വാക്ക്, പഠിച്ചോനെ എന്റെ ശരീരം നിന്നെ ഏൽപ്പിച്ചു. വജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ മുഖമിതാ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കട പൂട്ടിപ്പോതാ, നാളെ കട തുറക്കണോ വേണ്ടേ? നീ തീരുമാനിച്ചു. നാളെ ഓഫീസിൽ പോകണോ വേണ്ടേ? നിന്റെ തീരുമാനം. രാവിലെ എഴുന്നേൽക്കണോ വേണ്ടേ? നിന്റെ തീരുമാനം. ഈ ഉറക്കിൽ മരിക്കണോ വേണ്ടേ? നിന്റെ തീരുമാനം. വഫവ്വൽതു അംരി ഇലൈക, എന്റെ എല്ലാ കാര്യം അല്ലാഹ് നിന്നെ ഏൽപ്പിച്ചു എന്നുള്ള ഒക്കെ അല്ലാഹനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഉറങ്ങുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് മരിച്ചാൽ മിത്തഅൽ ഫിത്റ, ശുദ്ധമായ പ്രകൃതിയിലാണ് നീ മരിച്ചു പോവുക. സമാധാനം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഅ, റബ്ബേ നിന്റെ നാമത്തിൽ ഇതാ എന്റെ ശരീരം, എന്റെ ഭാഗം ഞാൻ വെച്ചു, നിന്റെ നാമത്തിൽ ഞാൻ അത് ഉയർത്തുകയും ചെയ്യും. അതല്ല നീ പിടിച്ചു വെക്കുകയാണെങ്കിലോ, പിടിച്ചു വെക്കുകയാണെങ്കിൽ റബ്ബേ കാരുണ്യം ചൊരിയണേ. അതല്ല രാവിലെ വീണ്ടും അയച്ചു തരികയാണെങ്കിലോ നിന്റെ സംരക്ഷണം കാവൽ നൽകണേ അല്ലാ. ഇങ്ങനെ അല്ലാഹനെ മനസ്സിലാക്കിയ മനുഷ്യനെ എവിടെ സഹോദരന്മാരെ പിന്നെ റബ്ബല്ലാത്തതിലേക്ക് പോകാം? ഓനെന്ത് ജിന്നാണ്, ഓനെന്ത് സൃഷ്ടികളാണ്, ഓനെന്ത് പടപ്പുകളാണ്, ഓനെന്ത് അഭയാർത്ഥികളാണ്. ഒരു സിദ്ധനും ബീവിയും തങ്ങളും ഒന്നുമില്ല. അവനെ വിളിച്ചു തരാൻ ആരും ആവശ്യമില്ല. എനിക്കെന്റെ റബ്ബ് മതി. എല്ലാ രംഗത്തും തുണിങ്ങുപ്പായിടുമ്പോ വരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഡ്രസ്സ് ഇടുന്ന ഒരു മനുഷ്യൻ, തലമുടി വാരുമ്പോ വലത്തേ ഭാഗം വാര എന്തേ കാര്യം? അള്ളാഹ് പറഞ്ഞയച്ച റസൂല് എന്നോട് പഠിപ്പിച്ചത് ഇവിടെ വാരാനാണ്.
ഓനെ പിന്നെ എന്ത് വേറെ? ചെരുപ്പിടുമ്പോൾ വലത്തേ കാലുമ്പോൾ ചെരുപ്പിടുക, കുപ്പായിടുമ്പോൾ വലത്തേ കൈ ആദ്യം തരിക, പാൻറ് ഇട്ട് ആദ്യം വലത്തേ കാല് ഇടുക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത്തേ കാല് വെച്ച് ഇറങ്ങുക. എന്തേപ്പത് ഇങ്ങനെ? എൻ്റെ റബ്ബ് അയച്ച റസൂല്, ആ റസൂൽ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ആ സമാധാനം സഹോദരന്മാരെ ചെറുതല്ലല്ലോ. സ്വന്തം വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ രംഗത്തും നമുക്കത് കാണാൻ പറ്റും. കുടുംബം അങ്ങനെയായി മാറണം. ഭാര്യ ഭർത്താവിനെ ഈ നിലക്ക് ഉപദേശിക്കുക, ഭർത്താവ് ഭാര്യ ഉപദേശിക്കുക, മക്കൾക്ക് ഈ വല്ലാത്ത വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് വലുത്, അതിനപ്പുറത്തൊന്നുമില്ല. കുടുംബസമേതം തൗഹീദിന്റെ വഴിയിൽ, കുടുംബസമേതം സുന്നത്തിന്റെ വഴിയിൽ, കുടുംബസമേതം പ്രമാണങ്ങളുടെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ആ കുടുംബത്തിന് സമാധാനമുണ്ടാകും, പള്ളിയുമായി ബന്ധമുണ്ടാവുക. ജുമുഅക്ക് നമ്മളൊക്കെ കുടുംബസമേതം പോകണം. ജമാഅത്തിനും കഴിയുമെങ്കിൽ കുടുംബത്തെ കൂട്ടിപ്പോകാൻ പറ്റുമോ അങ്ങനെ നോക്കുക. ഖുർആൻ ക്ലാസ്സുകളിൽ കുടുംബസമേതമാണ് പോകേണ്ടത്, നമ്മൾ ഒറ്റക്കല്ല. കുടുംബം ഒന്നിച്ച് വരട്ടെ, അവരും പഠിക്കട്ടെ, അവരും ഖുർആൻ പഠിക്കട്ടെ. നമ്മുടെ വീട് ഖുർആനിന്റെ കേന്ദ്രമായി മാറട്ടെ. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ. അവിടെ ഫാത്തിഹ ഓതണം, അവിടെ ആയത്തുൽ കുർസി ഓതണം, അവിടെ ആമിന റസൂൽ ഓതണം, അവിടെ സൂറത്തുൽ ബഖറ ഓതണം, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. ബറക്കത്തുള്ള വീടായി നമ്മുടെ വീട് മാറണം. സുന്നത്തുകൾ പാരായണം ചെയ്യപ്പെടണം, അത് പഠിക്കപ്പെടണം, നബിയെ പറ്റി പരാമർശിക്കപ്പെടണം, ദീനിനെ കുറിച്ച് പരാമർശം ഉണ്ടാകണം. അഹ്ലുസുന്നയുടെ അഖീദയിൽ കുടുംബം ഒന്നിച്ച് മുന്നോട്ട് പോകണം. ദുനിയാവിൽ നിന്നാണ് പോകുമ്പോൾ സമാധാനത്തോടെ മരിക്കാൻ അതാണ് വഴി. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ എന്ന സമാധാനത്തിന്റെ, ആ സന്തോഷത്തിന്റെ വാക്കും കേട്ട് ദുനിയാവിൽ നിന്ന് പോകാൻ പറ്റും. യാത്ര നിർബന്ധമാണ്, പോകാതാക്കാൻ പറ്റില്ല. ആ മടക്കയാത്ര നിർബന്ധമാണ്. ഒരുപക്ഷെ ഇന്ന് പോകേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ ഈ സംസാരം അവസാനിപ്പിക്കാൻ പോകുന്ന ഈ അവസാന സന്ദർഭങ്ങളിൽ അവസാനം പറയാൻ വിചാരിച്ച വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മരിച്ചു വീണേക്കാം. യാത്ര നിർബന്ധമാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. എങ്കിൽ ആ യാത്രയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ മലക്കൾ വരുമ്പോൾ ഈ സന്തോഷ വാർത്ത കേൾക്കണം. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ, നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹുക്ക് നിന്നെയും തൃപ്തിയാണ്. ഇലാ തൗഹീദിന്റെ റിസൾട്ട്, നമുക്ക് അല്ലാഹുവിനെ തൃപ്തിയായി, അല്ലാഹുക്ക് നമ്മളും തൃപ്തിയായി. റദീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ചു എന്നല്ല, അംഗീകരിച്ചു എന്നല്ല, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതാ സ്വഹാബത്ത് നേടിയത്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞുവെങ്കിൽ നമ്മോടും അതാണ് ആവശ്യപ്പെട്ടത്. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ, നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹുവിന് നിന്നെയും തൃപ്തിയാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സജ്ജനരായ സ്വാലിഹീങ്ങളായ അടിമകളെ കൂടെ എൻ്റെ സ്വർഗ്ഗത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന സന്തോഷ വാർത്ത കേട്ട് ദുനിയാവിൽ നിന്ന് പോകാൻ കഴിഞ്ഞ സഹോദരങ്ങളെ, അതാണ് വിജയം. ഇല്ലെങ്കിൽ 100 വയസ്സ് ജീവിച്ചിട്ടും കാര്യമില്ല, എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും കാര്യമില്ല, എവിടെ എത്തിപ്പെട്ടിട്ടും കാര്യമില്ല. ഈ മടക്ക യാത്ര നരകത്തിലേക്കാണ് എങ്കിൽ സുമ്മലാ യമൂതു ഫിഹാ വലാ യഹ്യാ, അവിടെ ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ആ നരകാഗ്നിയിൽ, ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയിൽ ഫിർഔനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, പിശാചുക്കളുടെ കൂടെ, തോന്നിവാസികളുടെ കൂടെ, ധിക്കാരികളുടെ കൂടെ, തെമ്മാടികളുടെ കൂടെ, കാലാകാലം അറ്റമില്ലാത്ത കാലം ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗങ്ങളോളം അതിൽ താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ, ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ ആ ഒരു വല്ലാത്ത ഭയാനകമായ സാഹചര്യം സഹോദരങ്ങളെ നമുക്ക് ഉണ്ടായിക്കൂടാ. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. സ്വർഗം കിട്ടണം, ആ നിർബന്ധ ബുദ്ധി ജീവിതത്തിൽ വേണം. സ്വർഗം കിട്ടിയേ പറ്റൂ. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ അതാണ് ദുനിയാവും അതിലെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറായത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ജാമിഉ സ്വഗീറിൽ സ്വഹീഹായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഒരു സഹോദരങ്ങളെ, ആ സ്വർഗം ലഭിച്ചേ പറ്റൂ. നരകം സഹിക്കാൻ കഴിയില്ല. ദുനിയാവിലെ തീ പോലും സഹിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ് നമ്മൾ. ഒരു തീപ്പൊരി ശരീരത്തേക്ക് പാറിയാൽ പോലും ഉറക്കം വരാതെ കിടക്കുന്ന, പനി പിടിക്കുന്ന, ക്ഷീണിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സാധുക്കളാണ്, ദുർബലന്മാരാണ്. നമുക്ക് ആ നരകത്തിന്റെ തീയ് സഹിക്കാൻ കഴിയില്ല. അതിന്റെ വിറകായി നമ്മൾ മാറിക്കൂടാ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടുത്തെ ഇന്ധനം കല്ലുകളാണ്, അവിടുത്തെ ഇന്ധനം മനുഷ്യരാണ്. ആ നരകത്തിന്റെ ഇന്ധനമായി ഈ തടി പോകാൻ പാടില്ല, നമ്മളതിന്റെ വിറകായി മാറാൻ പാടില്ല. സ്വർഗം കിട്ടണം, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തൗഹീദ് ഉണ്ടെങ്കിലേ സ്വർഗമുള്ളൂ. തൗഹീദിൽ ചെറിയ വിള്ളൽ വന്നാൽ പോലും സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. അതുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് പോകാവുന്ന ശിർക്കിന്റെ ഒരു അംശവും ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. തൗഹീദ് പരിപൂർണമായി കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായി നമ്മൾ മാറുക. ആ റബ്ബിലേക്ക് പൂർണ്ണമായും മനസ്സുകൊണ്ട് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തെ എല്ലാ രംഗത്തും അല്ലാഹു തആല
തആല അവൻ്റെ ബറക്കത്തുകൾ ധാരാളമായി നമ്മിതെല്ലാം വർഷിക്കുമാറാവട്ടെ. തൗഹീദിൻ്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി പഠിച്ച് പരിപൂർണമായ തൗഹീദുള്ളവരായി ജീവിച്ചു മരിക്കാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകത്തിന് എപ്പോൾ യാത്ര പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന തൗഹീദോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.